അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗം. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അതിവേഗത്തിൽ പോകത്തിൽ എല്ലാം പ്രവചനമാണ്. ഇന്നത്തെ ഇസ്രായേൽ ഇറാൻ ബന്ധമായിട്ട് ബന്ധപ്പെട്ട് ജെറുസലേമിലേക്കുള്ളൊരു യാത്രയാണ് ഇന്ന് രാത്രി. അവസാന ഭാഗങ്ങൾ വരുമ്പോൾ അതിൻ്റെ പൂർണ്ണത നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യ ദിനം മുതൽ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,173, 39 പഴയ നിയമഗ്രന്ഥം, 27 പുതിയ നിയമഗ്രന്ഥം, 66 പുസ്തകങ്ങളെ സമാഹാര ഹോളി ബൈബിൾ. അതിനകത്ത് പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളാണ്. പഴയ നിയമത്തിൻ്റെ പ്രത്യേകത 17 പുസ്തകങ്ങൾ പ്രവചനങ്ങളാണ്. പ്രവചനങ്ങൾ 3 തലമുണ്ട്. ഒന്ന് വലിയ പ്രവചനം, എസെക്കിയേലും യിരെമ്യാവും യെശയ്യാവും, ഇതൊക്കെയാണ് വലിയ പ്രവചനം. 2 മിഡിൽ പ്രവചനമെന്ന് ദൈവദാസന്മാർ പറയുന്നു. സെഖര്യാവുണ്ട്, ആമോസുണ്ട്, ഹോശയുണ്ട്, ദാനിയേൽ. 3-ാമത്തെ പ്രവചന ഭാഗമാണ് ഹബക്കൂക്കുണ്ട്, നഹൂമുണ്ട്, യോവേലുണ്ട്, ഇങ്ങനെയുള്ള മീക്കായുണ്ട്. ഇതെല്ലാം ചെറിയ പ്രവചനങ്ങൾ. ഇന്ന് രാത്രി മിഡിൽ പ്രവചനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രവചന ഭാഗം വിശുദ്ധ ബൈബിളിലെ 30-ാമത്തെ പുസ്തകമാണ്, 39-ാമത്തെ പുസ്തകമാണ് സെഖര്യാ. 38-ാമത്തെ പുസ്തകം സെഖര്യാ പ്രവചനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 14 അധ്യായങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിനോടനുബന്ധിച്ച് ഏകദേശം ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 211 വാക്യങ്ങളാണ് 14 അധ്യായങ്ങളിൽ. ഇദ്ദോ പ്രവാചകന്റെ കൊച്ചുമകനായ സെഖര്യാവ് ഇസ്രായേലിനെ പറ്റി പ്രവചിക്കുന്ന അന്തിമ ദിനങ്ങളാണ് സെഖര്യാ പ്രവചനം. വായിച്ചത് 12. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ വിരോധമായി കൂടി വരും, ഇസ്രായേലിന്റെ വിഷയത്തിൽ ലോകം മുറിവേൽക്കപ്പെടും. എന്താ ജെറുസലേം? ഇനി ഒരു കഥ പോകുന്നത് പോലെ കേൾക്കണം. പല വ്യക്തികളും പറയുന്നതല്ല ജെറുസലേം. എവിടെ ജെറുസലേം? എന്തിവിടുത്തെ പ്രശ്നം? 4 ഭാഗങ്ങളിലേക്ക് 3 ഭാഗങ്ങൾ കഴിയുമ്പോൾ ഇടവേളയിലേക്ക് നാം പോകും. ഇന്ന് രാത്രി ശ്രദ്ധയോടെ ബൈബിൾ. ഉൽപ്പത്തി 1 ആദിയിൽ ദൈവം ആകാശം ഭൂമി പാഴും ശൂന്യവും ഇരുൾ ഭൂതലത്തിൽ വെള്ളത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതിൻ്റെ പേരാ കാസ്മോസ്, 1-ാം ലോകം. ഉൽപ്പത്തി 2 ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു. പാലാട്ട് പോണത് കേൾക്കണം. എവിടെ വെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു? ഇറാഖിലല്ല. ഇറാഖിൻ്റെ അക്കരെ ഒരു നദിയുണ്ട്, യൂഫ്രട്ടീസ്. അതിൻ്റെ അക്കരെ ഒരു മണ്ണുണ്ട്, കറുത്ത മണ്ണ്. ആ മണ്ണിൻ്റെ പേര് എത്യോപ്യ. എത്യോപ്യയിൽ നിന്ന് 6 ഘടകം സ്വർഗമെടുക്കുന്നു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസ്ത്രം. നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ബൈബിൾ റെഫറൻസ് കൂടെ നോട്ട് ചെയ്യുക. ഉൽപ്പത്തി 2:12 നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യന്. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ വളരെ വ്യക്തമായി 90 അനാദിയായും ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മർത്യരെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായും ചിലർ നിത്യലജ്ജയ്ക്കായും. സിട്ടാവായ ദൈവം സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആദമിനെ മടഞ്ഞു. സ്വർഗത്തിലെ ദൈവം താഴേക്കിറങ്ങി വന്നു. ആദമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആദം ചലിക്കുന്ന ദേഹിയായി. ഇന്ന് രാത്രി അതുകൊണ്ട് ഈ ദൈവത്തെ ഞങ്ങൾ മഹാദൈവം എന്ന് പറയുന്ന വിശ്വസിക്കുന്നവർക്കായി. അതുകൊണ്ട് കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. മണ്ണിൽ നിന്ന് ഫിൽട്രേറ്റ് ചെയ്ത് കിട്ടുന്ന മൂലകമായ പൊടിയിൽ നിന്ന് മനുഷ്യനെ മനഞ്ഞിട്ട് സിട്ടാവ് അവൻ്റെ ശ്വാസമൂതിയപ്പോൾ ആദമിൻ്റെ കണ്ണ് ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കരങ്ങൾ ചലിക്കുവാൻ തുടങ്ങി, ഹൃദയത്തിൻ്റെ അറകൾ ചലിക്കുവാൻ തുടങ്ങി, കാലുകളും കൈകളും മേധസ്സോടെ ചലിക്കുവാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് പറയാം ഈ ദൈവം മഹാദൈവം, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവം. അപ്പോൾ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആ നന്നല്ലെന്ന വാർത്ത പ്രകാരം സ്വർഗത്തിലെ ദൈവം ആദമിൻ്റെ വാരിയലിൽ നിന്ന്, ആദമിൻ്റെ ശരീരത്തിലെ വാരിയലിൽ നിന്ന് ഒരു സഹോദരിയെ മെനഞ്ഞു. അതിനകത്തൊരു സയൻസ് ഉണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ. ആ സയൻസാണ് ആദമിന് ഗാഠനിദ്ര വരുത്തി. 1975 വരെ മെഡിക്കൽ സയൻസ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഓരോ ഭാഗം ഗുളിക കൊടുത്ത് മയക്കിയിട്ട് കൈവരെ കെട്ടിയിട്ടിട്ട് ഈ മനുഷ്യനെ ഓപ്പറേഷൻ ചെയ്ത് 75-ന് ശേഷം ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇസ്രായേലിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജെയിംസ് സിംസൺ. അദ്ദേഹം ഈ ബൈബിൾ വായിച്ചു. ആദമിനെങ്ങനെ ഗാഠനിദ്ര വരുത്തി. അവൻ്റെ ചിന്ത പോയി, ഒരു രഘൂതനായിരുന്നു. അപ്പോൾ അവന് പിടികിട്ടി മനുഷ്യൻ്റെ ശരീരത്തിൽ മരുന്ന് പമ്പ് ചെയ്താൽ ഏകദേശം മണിക്കൂറുകൾ അവൻ മിണ്ടാതെ കിടക്കും. അങ്ങനെ അവൻ ആദ്യം കണ്ടുപിടിച്ചു ക്ലോറോഫാം. ആ ക്ലോറോഫാമിൻ്റെ മൂത്ത ചേട്ടന ഇന്ന് കാരക്കോണം മെഡിക്കൽ കോളേജിൽ ഇരിക്കുന്ന അനസ്തേഷ്യ. കരമുയർത്തുന്നവർക്കായി ഇത് കണ്ടത് ബൈബിളിൽ നിന്ന്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് അനസ്തേഷ്യ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നിങ്ങളുടെ PSCക്ക് വരും, ഡോക്ടർ ജെയിംസ് സിംസൺ. അങ്ങനെ തക്ക തുണയായി ആരെ കൊടുത്ത് ഹവ്വായി അവരെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചത് ഏവൻ. അവരെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ പാർപ്പിച്ചത്. അവിടെ വെച്ച് അനുഗ്രഹം അടക്കി വാഴണം, പെറ്റുപരുകണം, സന്താനപുഷ്ടിയുള്ളവരാകണം, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കണം. എന്നിട്ട് ദൈവം സായം സന്ധ്യയിൽ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് കരം തൊടു. ആ കുഞ്ഞുങ്ങളോട് ഒരു ടോർപ്പിട വെച്ചു. തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമുണ്ട്, അതിൻ്റെ ഫലം ഭക്ഷിക്കുന്ന നാളിൽ നിങ്ങൾ തോട്ടത്തിൽ നിന്ന് പുറത്താകും.
ആ സമയത്ത് ഈ ആദമിനെ പല പ്രാവശ്യവും ആര് സ്വാധീനിച്ചു? സർപ്പം ഉപായത്തിൽ സ്വാധീനിച്ചു. എന്നിട്ട് ആദം വീണില്ല. കഷ്ടകാലത്തിന് ആദം പനിച്ചു മൂടി ചന്ത ഇടയ്ക്കിടയ്ക്ക് പോയപ്പോൾ അവ അമ്മച്ചോട് ഈ സർപ്പം പല കഥകളും പറഞ്ഞു. വീട് തരാം, കാറ് തരാം, വെളുത്ത പെണ്ണിനെ തരാം, കമ്പ്യൂട്ടർ തരാം, ഞങ്ങളുടെ ഉപദേശിമാർ പറയുന്നത് പോലെ അവ അമ്മയെ സ്വാധീനിച്ചു. അമ്മാമ്മയെ കൊണ്ട് അവൻ പകുതി തീറ്റിച്ചു. രണ്ടെണ്ണത്തിനെ പുറത്താക്കണം. ഭയങ്കര ടെക്നിക്കായിരുന്നു സാത്താൻ. അതുകൊണ്ട് പറഞ്ഞ അച്ചായനും ഇത് കൊടുക്കണം, അല്ലെങ്കിൽ നീ മാത്രമേ പുറത്തു രണ്ടും വീഴണം. സ്വോത്രം. അതുകൊണ്ട് അമ്മാമ്മ തിന്നതിൻ്റെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചു. പനിച്ചു മൂട്ടി ചന്തയിൽ പോയി വന്നപ്പോൾ അച്ചായനും ഇത് കൊടുത്തു. രണ്ടെണ്ണത്തിൻ്റെ രക്ഷയുടെ തേജസ് നഷ്ടപ്പെട്ടു. വൈകിട്ട് സ്വർഗം വിളിച്ചു, ആദമേ നീ ഇവിടെ. അപ്പോൾ ആദം തോട്ടത്തിന് പുറത്ത് മരപുരിയാട കൊണ്ട് അവരുടെ നഗ്നത മറച്ചുകൊണ്ട് രക്ഷയുടെ തേജസ് നഷ്ടപ്പെടുത്തി. നമ്പർ 1, 2 കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. കായീൻ, ഹാബേൽ. ദൈവസന്നിധിയിൽ നിൽക്കേണ്ട കുഞ്ഞുങ്ങൾ നിലത്ത് ആരാധനയ്ക്ക് വേണ്ടി വന്നു. കായീൻ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ നിലത്തിലെ ഫലങ്ങൾ. ഹാബേൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെ കൊണ്ടുവന്നു. കുഞ്ഞാടിൻ്റെ തുള്ളലിൽ ദൈവത്തിൻ്റെ കരമിറങ്ങി വന്നു. അനുജനോട് മറുതലിച്ച കായീൻ കയ്യിലിരുന്ന കത്തിയെടുത്ത് അനിയനെ വെട്ടിക്കൊന്നു. ദൈവം അന്ന് കൊടുത്ത ആയുസ് ഒരു ദിവസം 1000 സംവത്സരം. സ്വന്തം സഹോദരനെ, ഒരു അമ്മയുടെ ഉദരത്തിൽ പിറന്ന സഹോദരനെ ഹാബേലിനെ കായീൻ കൊന്നു. സ്വർഗത്തിൻ്റെ ക്യാമറ കണ്ടു. കായീനോട് ഹാബേൽ സ്വർഗം ചോദിച്ചു, നിന്റെ സഹോദരനെ ഹാബേൽ എവിടെ? സ്വർഗത്തോട് മറുതലിച്ച്, ഞാൻ അവൻ്റെ കാവൽക്കാരന് വേറെ പണി നോക്കുവാൻ. മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിക്കുവാൻ തുടങ്ങി. പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുത്തി. ബൈബിളിൽ ഉൽപ്പത്തി 6 വരുമ്പോൾ ഏറ്റവും വലിയ ആയുസ് നേടിയ ഒരു കുഞ്ഞുണ്ട്. അവൻ്റെ പേരാ മെതുശലേഖ്. മെതുശലേഖാര ആനോക്ക് ദൈവത്തോട് കൂടെ നടന്ന് പിന്നെ അവനെ കണ്ടില്ല. മെതുശലേഖ് വെള്ളരുടെ പരിശോധനത്തിനും പോയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട ട്രാക്റ്റും കൊടുത്തിട്ടില്ല. ദൈവസഭയ്ക്ക് വേണ്ടി പണിയൊന്നും കൊടുത്തിട്ടില്ല. അവൻ ഒരു കാര്യം ചെയ്തു, അവൻ്റെ അപ്പൻ ദൈവത്തോട് കൂടെ നടന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പെട്ടിയെടുത്ത് നല്ല വചനത്തോട് കൂടെ നടന്നു. കരമുയർത്തുന്നവർക്കായി വചനമെടുത്തവൻ്റെ തലമുറകളെ ആയുസ്സും നന്മയും കൃപയും കരുണയും കൊടുത്ത് കാത്തു പരിപാലിക്കുന്ന നല്ല ദൈവത്തെ ഇന്ന് രാത്രി നാം ഉയർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ പറയും, നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും നാളെയും എന്നേക്കും അനന്യം തന്നെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മെതുശലേഖ ബൈബിളിൽ ഏറ്റവും കൂടുതൽ ആയുസ്. കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. സൺഡേ സ്കൂൾ താലന്ത് പരീക്ഷ 969. അവനും 1000 ആരും തികഞ്ഞില്ല. ഉൽപ്പത്തി 6 ആദ്യ ഭാഗം തുടങ്ങുമ്പോൾ 5 മെതുശലേഖിന്റെ കല്ലറ കാണിക്കുന്നു. 6 വരുമ്പോൾ പാപം ചെയ്ത മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി. ദൈവത്തിന്റെ പുത്രന്മാർ ലോകത്തിന്റെ പുത്രന്മാർ. ഇന്നത്തെ കണക്ക് ലെസ്ബിയൻ കൈമാരേജ് ഇഷ്ടമുള്ളതിനെ കയ്യെ പിടിച്ച് പ്രൈസലോട് പറഞ്ഞു വരുന്ന കാലം. അതുകൊണ്ട് സ്വർഗം പറഞ്ഞു, ഈ മനുഷ്യനിൽ സദാകാലവും എൻ്റെ ആത്മാവ് വർദ്ധിക്കത്തില്ല. അപ്പോൾ ദൈവം ഒരു കാര്യം ചെയ്തു, ആയുസിനെ വെട്ടിക്കൊടുത്തുക. 1000 മാറ്റി ഒറ്റശേഖരമംഗലത്ത് ചിന്നമ്മാമ ബ്ലൗസ് കഴിക്കുന്ന പോലെ 120 സംവത്സരം. അവൻ കണ്ടപ്പോൾ ലാമെക്ക് എന്ന് പറയുന്ന ഹല്ലേലൂയ മെതുശലേഖിന്റെ തലമുറകളിൽ ഒരുവനെ ലാമെക്കുള്ള തലമുറയായി ഒരുവൻ വന്നു. അവന്റെ പേര് അനുഗ്രഹിക്കപ്പെട്ട ഒരുവൻ നോഹ. ദൈവത്തിന്റെ കൃപയോട് കൂടെ ഇരുന്ന് അവനോട് പറഞ്ഞു, എല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിക്കണം. എന്ത് വലിയൊരു ന്യായവിധി വരുന്നു, പ്രളയം വരുന്നു, നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ എടുത്ത് എല്ലായിടത്തും പോയി പ്രസംഗിക്കാൻ പറഞ്ഞു. നോഹ തിരുവനന്തപുരം മുതൽ വടക്കേ ഇന്ത്യ വരെ അവർ പ്രസംഗിച്ചു. ആ സമയത്ത് ദൈവം ഒരു കാര്യം പറഞ്ഞു, ഒരു പെട്ടകം നീ പണിയണം. 7 അടിസ്ഥാന ഉപദേശം പെട്ടകത്തിന്. ഇന്ന് രാത്രി പാലാട്ടുകോണ കേൾക്കണം. 1 ഗോഫേർ മരം, 2 നീളം എത്ര 300, 3 വീതി 50, 4 ഉയരം 30, 5 3 തട്ടുകൾ, 6 സൈഡ് വാതിൽ, 7 കിളിവാതിൽ. കരമുയർത്തുന്നവർക്കായി 7 അടിസ്ഥാന ഉപദേശമാ ദൈവസഭയുടെ പെട്ടകത്തിൻ്റെ പണി. കേട്ടുകൊണ്ടേ ഇന്ന് രാത്രി എഴുന്നേൽക്കാവൂ. നോഹ പെട്ടകം പണിയാൻ എല്ലാവരെയും ഏൽപ്പിച്ചു. സ്ട്രക്ചറൊക്കെ ക്ലിയറായി, പെയിൻ്റൊക്കെ അടിച്ചു, വാർണിഷൊക്കെ അടിച്ച് എയർ ഹോളും ഒക്കെ പമ്പ് ചെയ്തു. അപ്പോഴാ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, ഇനി സൗണ്ട് സിസ്റ്റം ഒക്കെ വിട്ടാൽ എല്ലാവരും പറഞ്ഞില്ലു. ആ സമയത്താണ് നോഹയെ കയറി കുറ്റിയിട്ട് പെട്ടകത്തിന് അടച്ച് 8 പേരാ പെട്ടകത്തിൽ കയറിയത്. സ്വർഗം എന്താ കുറ്റിയിടാൻ കാര്യം? അതിനൊരു വ്യത്യാസമുണ്ട്. ഈ അന്നത്തെ കാലത്ത് തുടങ്ങിയതാ ചായ, യെല്ലോ, മാംഗോ, പൈനാപ്പിൾ, ഓറഞ്ച്, ഇതെല്ലാം അന്ന് തുടങ്ങിയതാണ് നോഹയുടെ കാലത്ത്. നോഹ പെട്ടകത്തിൻ്റെ കുറ്റിയിട്ടപ്പോൾ മഴയും കൊല്ലിയാനും ഒക്കെ ഉണ്ടായി. സ്വോത്രം. പെട്ടകത്തിൻ്റെ മോട്ടർ ഓൺ ചെയ്തില്ല. അപ്പോൾ ഈ പ്രസംഗം കേട്ട പലരെ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഇരിപ്പുണ്ട്. അവർക്ക് പിടികിട്ടി. വല്യപ്പൻ പറഞ്ഞു ശരിയാന്ന്. സ്വോത്രം. ഉടനെ പൂവാറിൽ ഐലൻഡിന് അങ്ങോട്ട് ഓടി വരും. നോഹയുടെ പെട്ടകത്തിൽ വന്ന് കോളിംഗ് ബെല്ലടിക്കും. സ്വോത്രം. ആ സമയത്ത് ഞങ്ങൾ വീണില്ലെങ്കിലും ഭാര്യമാർ പറയും, സഭയുടെ സെക്രട്ടറിയും പ്രതിപുരുഷനും ഇല്ല, അച്ചായൻ കാശ് മേടിച്ചിട്ട് പെട്ടകം തുറന്ന് അകത്ത് കയറ്റാൻ പറയും. സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവം കൂറ്റിയിട്ടത്. ഇന്ന് രാത്രി നോഹയല്ല പെട്ടകത്തിൻ്റെ കൂറ്റിയിട്ടത്. ഒരു കാര്യം ഇന്ന് രാത്രി ശ്രദ്ധിക്കുക, ദൈവം ഒരു കൂറ്റിയിട്ടാൽ പിന്നെ ഒരു വ്യക്തിക്കും അത് തുറക്കാൻ കഴിയത്തില്ല. പിന്നെ ഇന്ന് രാത്രി പാലാട്ടുകോണത്തെ ദൈവമക്കളോട്, ദൈവം നിനക്കൊരു വഴി തുറന്നാൽ
കോട്ടൂരിലെ മന്ത്രവാദിക്ക് നിന്റെ വഴി അടയ്ക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാടും, അവനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പെട്ടകം പടപെടാൻ നീങ്ങുവാൻ തുടങ്ങി. മഴ പെയ്തു. അന്നത്തെ മഴയാ ഇന്ന് ദുബായിലൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ആദ്യ ദിവസം ഞാൻ പറഞ്ഞു തൊടുന്നില്ല. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ വരവിൽ എല്ലായിടവും മുങ്ങും കേട്ടോ. ഇവിടെ ഇനി കേരളത്തിൽ വരാൻ പോകുന്ന എൽ നീനോ പ്രതിഭാസമാണ്. ഭയങ്കരമായി ഇടിവെട്ട, വൈകിട്ട് കറണ്ടും കാണത്തില്ല, വെള്ളവും കാണത്തില്ല, അങ്ങനെ ഒരു സംഭവം വരുന്നത്. സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട. വലിയ മേഘങ്ങൾ കൂട്ടിയിടിക്കുന്ന ഒരു പ്രതിഭാസമായി എൽ നീനോ. അത് സംഭവിച്ച നോഹയുടെ കാലം. ഈ വർഷം കേരളത്തിൽ മെയ് പകുതി കഴിയുമ്പോൾ നിങ്ങൾക്കും കാണാം മേഘം കൂട്ടിയിടിക്കുന്നു. അതിൻ്റെ പേര് ക്ലൗഡ് എക്സ്പ്ലോഷൻ. അതിൻ്റെ ഒരു പകർപ്പെടുത്തിട്ടാണ് ഇന്ന് പലരും കൃത്രിമ മഴ പെയ്യിക്കുന്നത്. നോഹയുടെ കാലത്ത് മേഘം കൂട്ടിയിടിക്കുന്നത് കണ്ടിട്ടാണ് കൃത്രിമ മഴ പെയ്യിക്കുന്നത്. ഇതിൽ പോകാൻ ഇന്ന് രാത്രി എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ആ ഭാഗം വിടുന്നു. ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്നു. അന്നാദ്യമായിട്ടാണ് നോഹയുടെ കാലത്ത് ആ സുനാമി അടിച്ചത്. 2004 ആഴിയുടെ ഭണ്ഡാരഗൃഹങ്ങൾ തുറന്നു. അതാ സമുദ്രത്തിൽ നിന്ന് സുനാമി, അഗ്നിപർവ്വതം പൊട്ടി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ പെട്ടകം 40 ദിവസം ആടിപ്പോയി. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു ഇത് തകരുമെന്ന്. നോഹയുടെ ഭാര്യയും പറഞ്ഞു, പിള്ളേരും പറഞ്ഞൊരു കാര്യമുണ്ട്, മിക്കവാറും ഇത് തീർന്നു പോകുമെന്ന്. നോഹ പറഞ്ഞു, വിഷമിക്കേണ്ടത് യഹോവയാൽ പണിയപ്പെട്ട പെട്ടകമാണ്. ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപ് 40 ദിവസം മഴയെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യം മലങ്കാക്കെ വിട്ടു. മലങ്കാക്ക വന്നും പോയി നിന്നു. പിന്നെ പ്രാവിനെ വിട്ടു. പ്രാവിടയ്ക്ക് പോയി വന്നു. പിന്നെ പ്രാവ് വന്നില്ല. അപ്പോൾ വെള്ളമിറങ്ങി. ഇങ്ങനെ പെട്ടകം ഇവിടെ ചെന്നു. അവസാനം അരാരാത്തിനകത്ത് ചെന്നുറപ്പിച്ചു. ഇന്ന് രാത്രി ഇവിടെ ഒരു ദൂതുണ്ട്. കാറ്റും കൊടുങ്കാറ്റും പെരുങ്കാറ്റുമൊക്കെ അടിച്ചപ്പോൾ നോഹയുടെ ഭാര്യ കുഞ്ഞുങ്ങൾ ഉപദേശിയോട് പറഞ്ഞ കാര്യമുണ്ട്. അച്ചായ, കർത്താവ് പറഞ്ഞൊന്നും ശരിയല്ല, മിക്കവാറും നമ്മൾ പൂവാറുള്ള കടലിൽ നിന്ന് അറബിക്കടൽ വീഴുമെന്ന്. നോഹ പറഞ്ഞൊരു കാര്യമുണ്ട്, ഭാരപ്പെടണ്ട. അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ കാറ്റടിച്ചാലും പെരുങ്കാറ്റടിച്ചാലും കൊടുങ്കാറ്റടിച്ചാലും ഈശാന് മൂലം നിനക്കെതിരെ അടിച്ചാലും അടിസ്ഥാനമിട്ടത് ദൈവത്തിന്റെ വചനത്തിലെങ്കിൽ നിന്റെ പെട്ടകം കടലിനകത്ത് തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ദൂതേറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി നിന്റെ ക്രൈസ്തവ ജീവിതത്തിനെതിരെ ചുഴലിക്കാറ്റ് വരും, കൊടുങ്കാറ്റ് വരും, ക്യാൻസർ വരും, ട്യൂമർ വരും, ഒരുപക്ഷെ സാമ്പത്തിക കടഭാരം വരും. എന്നാൽ ഇന്ന് രാത്രി പറയണം, ഈ വചനമെടുത്ത് ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തരിച്ചാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതമാകുന്ന പടകിന് നേരെ പല പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചാലും അടിസ്ഥാനമിട്ടത് സ്വർഗത്തിലെ ദൈവമെങ്കിൽ അവസാനമായി എന്നെ കൊണ്ടെത്തിക്കുവാൻ അവന് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നിന്റെ പേടകം തകരുവാൻ, നിന്റെ കുടുംബജീവിതം തകരുവാൻ, നിന്റെ മക്കളുടെ ഭാവി തകരുവാൻ ആരാധിക്കുന്ന ദൈവം ഇതിലെ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. അല്പം നീ ഒന്ന് കറങ്ങിയാലും, അല്പം നീ ഒന്ന് കുലുങ്ങിയാലും, അല്പം നിന്റെ പെട്ടകത്തിന് നേരെ ഒരു പെരുവെള്ളം കയറിയാലും അടിസ്ഥാനമിട്ടത് സർവശക്തനെങ്കിൽ നിന്റെ പെട്ടകത്തെ ആരാരത്തിനകത്ത് ഉറപ്പിക്കുവാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ചെറുപ്പക്കാരൻ നീ പതറരുത്. സഹോദരി നീ തളരരുത്. ഈ കാറ്റുകളൊക്കെ താൽക്കാലികമാണ്, കാണുന്നത് താൽക്കാലികമാണ്. എന്നാൽ വിശ്വസതയോടെ അടിസ്ഥാന ഉപദേശത്തിൽ ദൈവത്തെ മുട്ടുമടക്കി ആരാധിച്ച നിന്റെ കുടുംബത്തെ നിത്യതയിൽ എത്തിക്കുവാൻ, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ. ഒരുപക്ഷെ പടകിനകത്ത് പ്രതികൂലം കാണും, നാട്ടുകാർ അനുകൂലമായിരിക്കത്തില്ല, ഭവനത്തിലും പ്രതികൂലം കാണും. എന്നാൽ ഇന്ന് രാത്രി കരുത്തുറ്റ ഒരു കരം നിന്റെ പടകിനകത്ത് ഇറങ്ങി വന്നാൽ അരാരാത്തിനകത്ത് ഉറപ്പിക്കുവാൻ നോഹയുടെ പെട്ടകത്തിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി കുടുംബങ്ങൾക്കെതിരെ, കുഞ്ഞുങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ട് ഈശാന മൂലനെ പോലെ തകർക്കുക പദ്ധതി വെച്ച ദുഷ്ടപിശാചിന്റെ നടുവിൽ ചില കുടുംബജീവിതങ്ങൾ നിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ തകർച്ചയുടെ രാത്രിയാ. ജയാളിയായ കർത്താവിന്റെ കരം ഇന്ന് രാത്രി അവരെ തൊട്ടുകൊണ്ട് ഇന്ന് രാത്രി നിത്യതയുടെ കവാടമായ അരാരാത്തിനകത്ത് അവരെ എത്തിക്കുന്ന രാത്രിയാ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി പാലാട്ടുകോണത്ത് തകരുക, ഒറ്റശേഖരമംഗലത്ത് നീ പതറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. അരാരാത്തിനകത്ത് അവൻ ഇറങ്ങി. നല്ല സ്ഥലമാണ്. നമ്മുടെ വെള്ളറയിൽ നിന്ന് അട്ടയിൽ പോകുമ്പോൾ ഡാം പോലൊരു നല്ല സ്ഥലമായിരുന്നു അരാരാത്ത്. അവിടെ നല്ല കൃഷിയൊക്കെ തുടങ്ങി. ഇപ്പോൾ മൈക്കും സൗണ്ട്സും പാട്ടും ഒക്കെ പോയി. അവൻ ആദ്യം തുടങ്ങിയത് മുന്തിരി കൃഷി. എല്ലാവരും കേൾക്കണം. മുന്തിരി കൃഷി തുടങ്ങി കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു. ആദ്യം മാർത്താണ്ഡ കളിക്ക് അവൾ വെള്ളറുടെയൊക്കെ കൊടുത്ത് ചെറിയ പൈസ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ ഹോൾസെയിൽ പാർട്ടികളുണ്ട്, ബാംഗ്ലൂരിൽ നിന്ന് വന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? നല്ലതുപോലെ നോഗയെ സമീപിച്ചിട്ട് പറഞ്ഞു, വെള്ളറുടെ കൊടുത്തു കഴിഞ്ഞാൽ കിലോയ്ക്ക് 20-25 കിട്ടൂ. അത് വേണ്ട, ഞങ്ങൾ കിലോയ്ക്ക് 50 തരാം, പെട്ടി പാക്ക് ചെയ്താറ് ആദ്യമായിട്ട് നല്ല കാശ് തരാമെന്ന്. നോഗയും വിചാരിച്ച് എന്തിനാ ചില്ലറ കൊടുക്കുന്നത്? ഹോൾസെയിലായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്ന മദ്യ വ്യവസായികൾ, ബിവറേജസുകാർ, കള്ളുണ്ടാക്കുന്നവർമാർക്ക് നല്ല പണത്തിന് കൊടുത്തു. അവന്മാരിതെല്ലാം കയറ്റിക്കൊണ്ടുപോയി. ഇങ്ങനെ പല പ്രാവശ്യം വന്ന് നോഗയോട് സന്തോഷമായി. അന്നേരം നോഗയോട് പറഞ്ഞു, അച്ചായ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഇച്ചിരി സാമ്പിൾ ബോട്ടിലുണ്ട്, കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. സ്വോത്രം. ആദ്യം നോഗയൊന്ന് മടിച്ചു നിന്ന് ഉപദേശം പ്രസംഗിച്ചതാണ്. അപ്പം ഈ ഇന്നത്തെ ചില ദുരുപദേശക്കാർ പറയുന്ന ഒരു കാര്യമാണ്, 30 അടിച്ചാലും കർത്താവ് ക്ഷമിക്കും.
സഹിക്കും. സന്തോഷമില്ലല്ലോ, ഇച്ചിരി അടിച്ചാലും കുഴപ്പമില്ല. സ്വോത്രം. നോകയെ കെണിയിൽ വീഴ്ത്തി. ആദ്യം 30 60 90 പാട്ടായില്ല, പ്രാർത്ഥനയില്ല. നമ്മുടെ പിന്നെ ഒറ്റശേഖരമംഗലത്തെ തോമാച്ചായി കള്ളു കുടിച്ചിട്ട് പോസ്റ്റിനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന പോലെ അവൻ കിടക്കുക. നോഹ സ്വോത്രം. വീരന്മാർ പട്ടുപോയത് ദാ കിടക്കുന്നു. മക്കളെല്ലാം വന്ന് നോക്കി ഹല്ലേലൂയ പാടി അന്യഭാഷയിൽ ആരാധിച്ച് ഉപദേശിപ്പോൾ കള്ളു കുടിച്ചു. ജഡത്തിൻ്റെ രാഗമോഹങ്ങൾ അദ്ദേഹത്തിൻ്റെ അകത്ത് കയറിക്കൊണ്ടവൻ വീണുപോയപ്പോൾ കുഞ്ഞുങ്ങൾ കൂടാരവാതിക്കൽ. അതിനകത്ത് ഒരുത്തൻ മറവിക്ക് വേണ്ടി മുണ്ടുവരെ മറച്ചിട്ടെന്ന് പഴയ കാലം. ആ കാലഘട്ടത്തിൽ നോഹ കെട്ടുവിട്ടു. കിട്ടിയത് കനാന്റെ പിതാവ്. ഉടനെ പറഞ്ഞു കനാൻ ശപിക്കപ്പെട്ടവൻ. ആ വാക്ക് കേട്ടപ്പോൾ ദൈവം പറഞ്ഞു അവൻ തീരാറായി, ഇനി അവന് രക്ഷയില്ല. സ്വർഗം നോഹയെ തള്ളി, അവൻ നോയായി. നേരെ ദൈവം അവിടെ പോയി. 1498 കിലോമീറ്റർ കനാൻ. അവിടെ അബ്രഹാം, അവിടെ ആദമിൻ്റെ കുടുംബത്തിൽ പിന്നെ ഒരു സന്തതി ഉണ്ടായിരുന്നു, ശേത്തിൻ്റെ തലമുറയിൽ ഒരുവൻ ഉണ്ടായിരുന്നു. തേരകിൻ്റെ മകനായി പുഴമക്കത്ത് വിഗ്രഹത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുവൻ ഉണ്ടായിരുന്നു, അബ്രാം. അവനെ വിളിച്ചു. സ്വർഗം പറഞ്ഞു വരാൻ പറഞ്ഞു. അബ്രാമേ വാ. ഉൽപ്പത്തി 12 നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. വാഗ്ദത്ത കനാനിൽ 2 പേര് വന്നു. ഒന്നേ അബ്രഹാം, വിളികേക്കാത്ത ലോത്ത്. ആ കാലഘട്ടത്തിനകത്ത് അവർക്ക് 2 പേർക്കും കല്യാണം. അബ്രഹാമിൻ്റെ ഭാര്യ സാറാ, ലോത്തിൻ്റെ ഭാര്യയ്ക്ക് ബൈബിളിലും പേരില്ല, ഗൂഗിളിലുമില്ല. ആ കാലഘട്ടത്തിൽ വാഗ്ദത്ത സന്തതിയായി ഒരുവൻ ലഭിച്ചു, ഇസഹാക്കിൻ്റെ സന്തതിയായി ഒരുവൻ വന്നു, യാക്കോബ്. ഇസ്രായേലിൽ കടക്കാം. യാക്കോബ് എന്തായി തീർന്നെന്നറിയാമോ? സ്വോത്രം. നോഹയുടെ കാലം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയത്. ഞാൻ അങ്ങ് ഓർമ്മിച്ച് പറയുക. ഇന്ന് പല പാസ്റ്റർമാരും ഇച്ചിരി അടിക്കുന്നവരാണ്. സന്തോഷമില്ലല്ലോ. ഇവിടുത്തെ പാസ്റ്റർമാർ ഓൺലൈനിൽ കാണുന്നത്. ദയവ് ഇത് നിങ്ങൾ വെളിനാട്ടിൽ പോകുമ്പോൾ, ഗൾഫിലെങ്ങും കയറി പോകുമ്പോൾ പ്ലെയിനകത്ത് വെച്ച് കള്ള് കുടിക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞിരിക്കുക. സ്വോത്രം. എയർ ഹോസ്റ്റസ് തന്നാലും ആരും അറിയാതെ ബാങ്കിൽ ഇട്ടേക്കണം. ഇന്ന് പിള്ളേരെ ക്യാമറയുണ്ട്, അവന്മാർ അന്നേരെ ഫോട്ടോ കൊടുക്കും. കോട്ടയത്തെ തങ്കപ്പൻ്റെ ഫോട്ടോ കണ്ടവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് തിരുവനന്തപുരത്തെയും ദൈവദാസന്മാരെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആവശ്യമില്ലാതെ എയർ ഹോസ്റ്റസ് സാമ്പിൾ ബോട്ടിൽ കൊണ്ട് തന്ന കണ്ണ് മടച്ച് ബാഗ് ഇട്ടേക്കണം. പിന്നെ എവിടെങ്കിലും അപ്പുറത്തിരിക്കുന്നവൻ്റെ ക്യാമറയുണ്ട്. നമ്മൾ മാസ്ക് മാറ്റി അടിച്ചാലും ഒറ്റപ്പടം. നാളെ വരും. ദുബായ് ചുറ്റയ്ക്ക് പോയ കർത്തൃദാസൻ പൈൻ്റ് അടിക്കുന്നു. തീർന്നില്ലയോ? എല്ലാം ശരിയായി. സ്വോത്രം. അതുകൊണ്ട് നോഗയ്ക്ക് കിട്ടിയ പോലെ പൈൻ്റ് അടിക്കാതെ പാസ്റ്റർമാർ സൂക്ഷിച്ച് വെച്ചിരുന്നാൽ ദുഃഖിക്കേണ്ട. ഇന്ന് രാത്രി കേട്ടോണം എന്താ സംഭവിച്ചതെന്നറിയാമോ? ഈ അബ്രഹാമിന് സന്തതിയായി ഇസഹാക്കിൻ്റെ സന്തതിയായി യാക്കോബ്. ഒരമ്മയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ, ഏശാവും യാക്കോബ്. എന്താ യാക്കോബിൻ്റെ പ്രത്യേകത? അവൻ അമ്മയുടെ കൂടെ അങ്ങ് നിൽക്കുക. വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകത്തില്ല, പഠിക്കാനും പോകത്തില്ല. അമ്മച്ച് കൊടുക്കുന്ന പെണ്ണുങ്ങഞ്ഞിയും അച്ചാറും ഇതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. യേശാവിൻ്റെ പരിപാടി, അവൻ വനവേട്ടക്കാരനും മൃഗശാലയാണ്. നെയ്യാറിലും അമ്പൂരിയിലുമല്ല വനവേട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന. ഒരു സുപ്രഭാത ഭയങ്കര ചൂട് 40. അപ്പോൾ യേശാവ് പോയിട്ട് വരുന്ന സമയത്ത് ഇവൻ എന്തോ ഇതെന്നറിയാമോ? യാക്കോബ് ജ്യേഷ്ഠാവകാശം തട്ടാൻ നല്ല പയർ പായസവും നല്ല കൊക്കക്കോളയും കൊണ്ടുവന്നു. ഈ കൊക്കക്കോള അവിടെ വെച്ചു. പയർ പായസത്തിൻ്റെ മൂടിയും തുറന്നിട്ടു. യേശാവ് പറഞ്ഞു അനിയാ യാക്കോബ്, ഈ പയർ പായസവും കൊക്കക്കോളയും തരും. അവൻ പറഞ്ഞ തരാം ചേട്ടാ, പഴയനിമ നിൻ്റെ ജ്യേഷ്ഠാവകാശം തരണം. ഒന്നേ യേശാവിൻ്റെ പരാജയം. ഒരു നേരത്തെ ആഹാരത്തിനും വെള്ളത്തിനും വേണ്ടി ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്തി. 2 ഇപ്പം നമ്മുടെ അപ്പച്ചനായ യാക്കോബിൻ്റെ അപ്പച്ചി ഇസഹാക്കിന് കണ്ണുമണ്ണി. ആ സമയത്ത് ഒരു കാര്യമുണ്ട്. സ്തോത്രം. എന്താ അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ദാണ്ട യാക്കോബേ, റബേക്ക പറഞ്ഞു എന്താ കാര്യം എന്ന് പറയുമോ? ഈ അപ്പച്ചന് ഇപ്പം നല്ല ചുട്ട അൽപകാമം കുഴിമന്തിയൊക്കെ കിട്ടിയാൽ കൊള്ളാം, വേട്ടയിറച്ചി കിട്ടുക. ഏശാവ് പറഞ്ഞ് ഞാൻ എൻ്റെ കയ്യിൽ തോക്കുണ്ടല്ലോ, ഞാൻ പോയി നല്ല വേട്ടയിറച്ചി കൊണ്ടുവരാം. ഏശാവ് പോയ സമയത്ത് അമ്മ യാക്കോബിനോട് പറഞ്ഞു അനുഗ്രഹം അപ്പൻ്റെ അവസാന മോമൻ്റ് വേടിക്കണമെങ്കിൽ നീ എവിടുന്നെങ്കിലും സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. സമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഒരു പരിപാടി ചെയ്തു. തൊഴുത്തിലെ മൃഗത്തെ കട്ട് ചെയ്തു. നല്ല മട്ടൻ കറി ഉണ്ടാക്കി. നമ്മളിപ്പോൾ ബിരിയാണിക്ക് എസൻസ് അടിക്കുന്നത് പോലെ നല്ല എസൻസും കുടഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് കറി ശരിയാക്കി. അപ്പോൾ അമ്മ പറഞ്ഞു ഇത് കൊണ്ട് കൊടുക്കണം. അമ്മയോടവൻ പറഞ്ഞു അപ്പൻ എൻ്റെ കൈ തടവ്. അമ്മ അതിന് സൊല്യൂഷൻ കൊടുത്തു. യേശാവിൻ്റെ രോമക്കൊപ്പായം നീ ഇടണം. എന്നിട്ട് അപ്പൻ്റെ അടുത്ത് പോകണം. എന്തൊരു കള്ളനാണെന്നറിയാമോ? അവൻ നേരെ അപ്പൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഒരു സംശയം. അപ്പൻ ചോദിച്ചു നീ എൻ്റെ ഏകജാതനായ ആദ്യജാതനായ യേശാവോ? ഈ യാക്കോ പറഞ്ഞുകൊണ്ട് അതേ പപ്പ എന്ന് പറഞ്ഞു. സ്വോത്രം. എന്നിട്ട് അപ്പച്ചൻ കൈ തടവിയ രോമക്കുപ്പായം. ഇത് എവിടുന്ന് കിട്ടിയെന്ന് രണ്ടാമത്തെ കള്ളം. കർത്താവ് പെട്ടെന്ന് തന്നു നല്ല സുന്ദരമായ ഇറച്ചി. സ്വോത്രം. ഇതെല്ലാം അപ്പച്ചൻ ചാക്കിട്ട് വെള്ളവും കുടിച്ചു. വെള്ളവും കുടിച്ചു കഴിഞ്ഞപ്പോൾ ഈ മകനെ അനുഗ്രഹിച്ചു. 2 കാര്യം. യാക്കോബ് ഇസ്രായേലിലേക്കുള്ള യാത്രയാണ്. അവൻ എന്ത് ചെയ്തെന്നറിയാം? അമ്മയുടെ അടുത്ത് വന്ന് അമ്മ പറഞ്ഞു എൻ്റെ പൊന്നു കുഞ്ഞെ ഇനി ഇവിടെ നിൽക്കരുത്. നീ അവൻ്റെ ജേഷ്ഠാവകാശം, 2 അനുഗ്രഹം. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കരുത്, സ്ഥലം വിട്ടോണം. അയ്യോ ഇപ്പം പാലാട്ട് പോകണം കഴിഞ്ഞിട്ട് ഒരു വകയും അറിയാത്തവനായിരുന്നു ഈ ചെറുപ്പക്കാർ. അപ്പോൾ എവിടെ പോയെന്നറിയാം? അമ്മച്ചി ഒരു ലെറ്ററും കൊടുത്തു. ഇന്നത്തെ കാലത്ത് ഒരു വാട്സപ്പും കയ്യിൽ കൊടുത്തു. ഒരു കുപ്പി വെള്ളവും വടിയാട്ട് യാത്ര. രാവിലെ തുടങ്ങി യാത്ര. പോയി ആറുകാണി ചെന്ന് അവിടെ ചെന്ന് മലയുടെ അവിടെ വീണ്. അതിൻ്റെ പേരാ ലൂസിൻ്റെ പട്ടണം. പുറകെ നോക്കിയാൽ ഏശാവ്. പോന്ന എവിടെ? ലാബാൻ്റെ വീട്. ഒരു ഗൂഗിൾ
പരിപാടിയും കിട്ടുന്നില്ല. അന്ന് രാത്രി അവന് പിടികിട്ടി ഞാൻ എന്തായാലും തീരുമോ. അന്ന് രാത്രി യാക്കോബ് ഒരു കാര്യം ചെയ്തു. കല്ല് തലയണയായി വെച്ചു. അവൻ്റെ കണ്ണുനീർ പടപടാ ഈ കല്ലിനകത്ത് വീഴുവാൻ തുടങ്ങി. എസിക്കകത്ത് റിമോട്ടുമായി ടെലിവിഷനും കണ്ടുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ പുറകിൽ ഏശാവും മുൻപിൽ ലാബാന്റെ വീടറിയാതെ അവൻ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരയുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിന്റെ കോവണി അവന് വേണ്ടി ഇറങ്ങി വന്നു. കരമുയർത്തുന്നവർക്കായി പ്രതിസന്ധിയുടെ നടുവിൽ എന്ന് രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് നിന്റെ തലയണയ്ക്കകത്ത് കണ്ണുനീരിറങ്ങുമോ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ഒരു രാത്രി കൂടി ഗ്രൗണ്ടിൽ പറ, അവങ്കിലേക്ക് നോക്കിയ മക്കൾ പാലാട്ടുകോണത്ത് പ്രകാശിതരായി. ലൂസാകട്ടെ പാലാട്ടുകോണത്താകട്ടെ, നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിന്റെ കോവണിക്ക് കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി നീ തളർന്നവിടെ കിടക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വർഗത്തിന്റെ ടാച്ചിങ് ഇറങ്ങി വന്നാൽ നിന്നെ എഴുന്നേൽപ്പിക്കുക. ഇന്ന് രാത്രി യാക്കോബിന്റെ കണ്ണുനീരിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ആ വചനം ഇന്ന് രാത്രി ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമായി ഈ പാലാട്ടുകോണത്ത് ദൈവമക്കൾ മാറട്ടെ. സഹോദരി, സ്വർഗത്തിന്റെ കരം ഇറങ്ങി വരും. ബ്രദറെ, ഇന്ന് രാത്രി കണ്ണുനീരിറങ്ങുമ്പോൾ ഒരു കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അവൻ ആ കോവണി ഇറങ്ങി വന്നു. സംസാരം തുടങ്ങിക്കഴിഞ്ഞു. അവൻ പറഞ്ഞത് എന്താ? ഞാൻ പോകുന്ന യാത്രയിൽ കൂടെ ഇരിക്കണം, എൻ്റെ വീട്ടിലേക്ക് മടക്കി കൊണ്ടുവരണം, കഴിപ്പാനും കുടിപ്പാനും തരണം. അങ്ങനെ വഴി അവന് തുറന്നു കിട്ടി. എവിടെ പോയി? ലാബാന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ആടുമാടുകളും കർഷക സംഘം ഇതെല്ലാം ഉള്ളത്. ഇവൻ ഈ അഭിഷേകമൊക്കെ പ്രാപിച്ചു കോവണി ഇറങ്ങിയത്. ആ സമയത്ത് ലാബാൻ എന്ത് ചെയ്തു? ആടുമാടുകളുടെ ചുമതലയെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം സ്വതന്ത്രം ഒരു ഡിമാൻഡ് വെച്ചു. ലാബാന് നല്ലൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേരാണ് റാഹേൽ. 7 വർഷം നീ ജോലി ചെയ്താൽ നിനക്ക് റാഹേലിനെ തരാം. അപ്പോൾ ഇത് കേട്ടപ്പോൾ യാക്കോബിന് ഭയങ്കര സന്തോഷമായി. അവൻ ആടുമാടുകളെ മേറ്റി. ഇപ്പം പ്രാർത്ഥനയില്ല, പാട്ടുമില്ല, ഉപവാസമില്ല. 7 മാസം കഴിഞ്ഞപ്പോൾ ലാബാൻ നല്ല മനുഷ്യനായിരുന്നു. കാര്യം ശരിയാക്കി കൊടുത്തു. ഒരു കല്യാണം രാത്രിയിലായിരുന്നു ആ കാലത്തെ കല്യാണം. അന്ന് രാത്രി കല്യാണം നടന്നു. ആരാ കല്യാണം നടന്നതെന്നറിയാമോ? റാഹേലല്ലായിരുന്നു. കണ്ണ് മങ്ങിയ ലേഖയെ പിടിച്ച് കെട്ടിച്ചു കൊടുത്തു. സന്തോഷമില്ലല്ലോ. രാവിലെ അവൻ തലയെ മുണ്ട് മാറ്റി നോക്കിയപ്പോൾ റാഹേലല്ല, ലേയ. ഇന്ന് രാത്രി മനസ്സിലാക്കണം. കൊടുത്ത ഒറ്റശേഖരമംഗലത്തല്ല, ബാംഗ്ലൂരും കിട്ടും. സന്തോഷമില്ലല്ലോ. വചനം മനസ്സിലാകുന്നവർക്കായി. ഈ യാക്കോബ് ആരായിരുന്നു? കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഡിഗ്രി പഠിച്ചവനായിരുന്നു. പക്ഷേ അവൻ്റെ ആ അമ്മായിയപ്പൻ ലാബാൻ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടത്ത് നിന്ന് PhD മേടിയവനായിരുന്നു. സന്തോഷമില്ലല്ലോ. യവനെ കുപ്പിയിലാക്കിയതാ. മനസ്സിലാകുന്നവർക്കായി. ഇന്ന് രാത്രി കണ്ണ് മങ്ങിയ അപ്പനെ പറ്റിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അവനെ പച്ചക്കിട്ട് വെട്ടി. സന്തോഷം കണ്ടു. കൊടുത്താൽ കിട്ടും മക്കളെ. അതിനെല്ലാം മറുപടി ഉണ്ട്. നീ വിതയ്ക്കുന്നത് നീ തന്നെ കൊയ്യും. ബൈബിളിനകത്ത് കണ്ടു. അപ്പോൾ അമ്മായിയപ്പനോട്ട് വഴക്കുണ്ടാക്കി. എന്നാ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. 7 വർഷം കഴിഞ്ഞു. റാഹേലിനെ കിട്ടി. അതിനുശേഷം 2 പെണ്ണുങ്ങളെയും കൂടെ കിട്ടി. ബിൽഗാസിൽ 20 വർഷം പോയി. സ്വോത്രം. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയി. 10-15 കുഞ്ഞുങ്ങളൊക്കെ ആയി സന്തോഷമായിട്ടിരിക്കുക. ആ സമയത്താണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പം കാനഡയിൽ UK പോയാൽ ലാബാൻ്റെ കുഞ്ഞുങ്ങൾ എവിടെ പോയെന്നറിയാമോ? വെളിനാട്ടിൽ പോയ കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇവിടെ വന്ന് ഒറ്റശേഖരമംഗലം മണ്ഡപത്തിൻകടവ് ലാബാൻ്റെ പ്രോപ്പർട്ടി നോക്കിയപ്പോൾ ഈ യാക്കോബ് കള്ളവിൽപത്രം എഴുതി എല്ലാം അടിച്ചു മാറ്റി. സന്തോഷമില്ലല്ലോ. ബാങ്കിൽ കിടന്ന പേപ്പറെല്ലാം ഇവ മാറ്റി. കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമായി. കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ചെറുപ്പക്കാർ കാണിക്കുന്ന പോലെ കത്തി കാണിക്കാൻ തുടങ്ങി. അപ്പൻ്റെ രവീച്ച് രഹസ്യവും പറഞ്ഞു. അപ്പൻ എന്തോ ചെയ്തെന്നറിയാമോ? ഇപ്പോൾ അപ്പൻ്റെ മുഖവും റെഡിയല്ല. അപ്പം യാക്കോബിന് പിടികിട്ടി ഏത് സമയത്തും അടി വീഴും. അങ്ങനെ ഇപ്പോൾ കുഞ്ഞുങ്ങൾ UK വന്ന പിള്ളേർ ഊട്ടിയിലും കൊടൈക്കനാലിലും പോയി. ലാബാൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയി. 2 ഇന്നോവ ഉണ്ടായിരുന്നു. ഭാര്യമാരെ കുഞ്ഞുങ്ങളെയും വിളിച്ചുകൊണ്ട് എവിടെ വന്ന്? നെയ്യാറിൻ്റെ കരയിൽ വന്ന്. അതാ യാബോക്കിൻ്റെ കടവിൽ അവൻ വന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവൻ അക്കരെ കയറാൻ വയ്യ. പെൺപിള്ളാരെ അക്കരെ കയറ്റിവിടാം. പക്ഷേ അന്ന് ഒരു മൽപ്പിടുത്തം നടത്തി. ഒരു ദൂതൻ, അന്ന് ആൾ കുറഞ്ഞ സമയമാണ്. യാബോക്ക് കടവ് ഒരു ദൂതന് വന്നു. അവനുമായിട്ട് മൽപ്പിടുത്തം നടത്തിയിട്ട് എന്താ ചെയ്തതെന്നറിയാമോ? ദൂതൻ ആരുമായിട്ട്? യാക്കോബുമായിട്ട് മൽപ്പിടുത്തം നടത്തി. അവൻ കാലിൻ്റെ തൊണ്ട വിടാതിരുന്നു. ഉഷസാകുന്നത് വരെ മൽപ്പിടുത്തം. അവസാന ദൂതൻ ചോദിച്ചു, കുഞ്ഞേ നിന്റെ പേരെന്തുവാടാ? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബാ. ഉൽപ്പത്തി 32:27. നിന്റെ പേരിന് യാക്കോബ് എന്നല്ലോ. നീ സ്വർഗത്തോട് മനുഷ്യനോട് മല്ല് പിടിച്ചതുകൊണ്ട് നിന്റെ പേര് ഇസ്രായേൽ. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. അവിടെ തുടങ്ങുക ഈ ജെറുസലേം. അല്ലാതെ മനോരമക്കാരനും ഏഷ്യാനെറ്റും പറയുന്നതല്ല ഇസ്രായേൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗമുണ്ട്. യാബോക്ക് കടവിൽ വരുമ്പോൾ ഇവനൊരു പേടി ഉണ്ടായിരുന്നില്ല. ആരാ?
ഏശാവ് വരുമെന്ന്. ഇവൻ ഭയങ്കര ചതിയനാ. റാഗേൽ നല്ല പെങ്കൊച്ചായിരുന്നു, അവളെ മുമ്പിൽ നിർത്തിയില്ല. ആരെ നിർത്തി? കണ്ണു മങ്ങിയ ലേയെ മുൻപിൽ നിർത്തി. ഏശാവ് വാളുവാട്ട് വന്നാൽ ആദ്യം എവളെ തട്ടിയാലും കുഴപ്പമില്ല, റാഗേൽ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന്. സന്തോഷം കണ്ടോ? യവനാ ചതിയൻ ചന്തു യാക്കോബ്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഇപ്പോൾ അവർ ഒരു ജാതിയായി. യാക്കോബിൻ്റെ തലമുറയായ യോസഫ്. യോസഫ് അവസാനം എവിടെ ചെന്നറിയാം? മിസ്രയീമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പനെ കൊണ്ടുപോകാൻ രഥങ്ങൾ വന്നു. ഇവർ മിസ്രയീമിൽ ഒരു ജാതിയായപ്പോൾ ഒരു യഹൂദൻ 10 പേരെ കൊല്ലുമെന്നറിയാം. അപ്പോൾ ഫറവോൻ ഒരു കൽപ്പന, എബ്രായ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊല്ലുവാൻ. അതിൽ നിന്ന് ഒരുവനെ ദൈവം തെരഞ്ഞെടുത്ത് മോശയാൽ ഇസ്രായേൽ ജനം അവിടെ പടർന്നു. 1 യാക്കോബിന്റെ പേര്, 2 അവർ ഒരു ജനമായി. യോസഫിന്റെ നേതൃത്വത്തിൽ അവർ മിസ്രയീമിൽ വന്നപ്പോൾ ഒരു ജാതിയായി. ഫറവോന്റെ അടിമത്തം, കട്ടക്കളത്തിൽ ഊഴിയ വിചാരകന്മാരുടെ ചാട്ടവാർ, അവരുടെ നിലവിളി ഞാൻ കണ്ടു, കഷ്ടത ഞാൻ കേട്ടു, തീർന്നില്ല. 30 ലക്ഷം ജനം ആഴമേറിയ ചെങ്കടൽ കടന്നു. മോശ അവിടെ പോയി. അതിനുശേഷം 2 പേരെ മാത്രം, നമ്മുടെ യോശുവയും കാലേബും, അവർ മുന്തിരിക്കൊല വെട്ടിക്കൊണ്ടൊരു ദേശത്ത് വന്നു. ആ ദേശമാ ഇസ്രായേൽ ദേശം അവരുടെ കൈകളിൽ. അന്ന് ആദ്യമായി ഒരു രാജാവിനെ കിട്ടി. ആദ്യത്തെ രാജാവ്? കഴുതി അന്വേഷിച്ച് പോയ ശൗലിനെ പിടിച്ച് ഇസ്രായേലിന്റെ രാജാവ്. ബൈബിളും ചരിത്രവും 40 വർഷം. രണ്ടാമത്തെ സംഭവം, അടുത്ത 40 വർഷം ദാവീദ്. അതിനുശേഷം ദാവീദിന്റെ സന്തതിയായി ഒരുവൻ ഇസ്രായേലിനെ ഭരിച്ചു, ശലോമോന് ശേഷം വീണ്ടും ഒരു രാജാവ് എന്ന രഹാബായാം. ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ വെട്ടിമുറിക്കപ്പെട്ടു. ജെറുസലേം 1 ഇസ്രായേൽ, അതിന്റെ തലസ്ഥാനമാ ശമരിയ. 2 യഹൂദിയുടെ തലസ്ഥാനം ജെറുസലേം. ഈ ജെറുസലേമിലാ അന്തിമ യുദ്ധം. എന്നിട്ട് ഇന്ന് രാത്രി അവിടെ ജെറുസലേമായി 19 ഗോത്രങ്ങൾ, അല്ല 19 ഭരണാധികാരികൾ ജെറുസലേം. അത് കഴിഞ്ഞ് 3 ഭരണാധികാരികൾ യഹൂദിയിൽ. 21 പേർ ഈ രണ്ടിടത്തായി ഭരിച്ചു. അങ്ങനെയെങ്കിൽ ബൈബിളിലെ കാലങ്ങൾ മാറി. തലതങ്കൻ നെബൂഖദ്നേസർ, നെഞ്ചും കൈയും വെള്ളി കൊണ്ട് ദാര്യാവേശും കോരശും, അരഭാഗം ഒറ്റക്കൊമ്പൻ അലക്സാണ്ടർ, ഇരുമ്പിന്റെ കാലിനത്തോടെ. അന്ന് യേശു ക്രിസ്തു ഭൂതലത്തിൽ വരുന്നത് റോമിന്റെ ഭരണകാലത്ത്. അന്നത്തെ വിഷയം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. യേശുവിന്റെ ക്രൂശീകരണം. മത്തായി 27-25 വീട്ടിൽ ചെന്ന് വായിക്കണം. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്ന് ഭവിക്കട്ടെ. എന്താ സംഭവിച്ചതെന്നറിയാമോ? ലോകത്തിന്റെ 5 വൻകരകളിൽ യഹൂദൻ ചിതറി. 1914 മുതൽ 17 വരെ 1-ാം ലോകമഹായുദ്ധം. അവർ മടങ്ങി തുടങ്ങി. 1948 മെയ് 14 മടങ്ങിപ്പോയി യഹൂദൻ ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തി. ഞങ്ങൾ മടങ്ങി വന്നു, അത്തി തളിർത്തു, കൊമ്പിളതായി, കരമുയർത്തുന്നവർക്കായി. അന്നാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപമാകുന്നത്. അത്തി മുതലായ വൃക്ഷങ്ങൾ. ഇനി ആ ചരിത്രം എന്തുകൊണ്ട്? അന്ന് ഇസ്രായേൽ രൂപീകൃതമാകുമ്പോൾ 20,750 കിലോമീറ്ററുള്ള ഇസ്രായേൽ, കേരളത്തിൻ്റെ 6 ജില്ലയുടെ വകുപ്പ്. അതിൻ്റെ അപ്പുറത്ത് പലസ്തീനുണ്ട് 6,750 കിലോമീറ്റർ. 6,750 കിലോമീറ്റർ പലസ്തീൻ. അതിനോട് ചേർന്ന് കിടക്കുന്നത് ഏറ്റവും നിർണായകമായ റമല്ല. അതിനോട് ചേർന്ന് കിടക്കുന്ന റമല്ല കഴിഞ്ഞിട്ട് വേറൊരു സംഭവമുണ്ട്. പലസ്തീൻ്റെ അടുത്ത് ഇപ്പുറത്ത് 374 കിലോമീറ്റർ കിടക്കുന്ന ഗാസ. ഒന്നിൽ റമല്ലയുണ്ട് 6,750 കിലോമീറ്ററിനകത്ത് കിടക്കുന്നത് റമല്ല. ഇപ്പുറത്ത് കിടക്കുന്ന ഗാസയുടെ അതിർത്തിയ ഈജിപ്തിൻ്റെ ഇന്നത്തെ കാണുന്ന അടി നടക്കുന്ന റാഫ. ഇവിടുത്തെ അടിയ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രയേലിൻ്റെ നടുവിൽ ഒരു 671 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാ ജെറുസലേം. 1 ജെറുസലേം. 2 പരിഭ്രമപാത്രമായി. അത് മാറിക്കഴിഞ്ഞു. 1948 മെയ് 14 671 കിലോമീറ്റർ അവരുടെ കയ്യിലായി. അത് കഴിഞ്ഞിട്ട് 1967 അറബ് ഇസ്രായേൽ വാർ. 6 ദിനം എല്ലാവരെയും പരാജയപ്പെടുത്തി ജെറുസലേം അവരുടെ കയ്യിലാക്കി. പരിഭ്രമപാത്രം. 3 ഇന്നത്തെ പ്രഭാഷണം. ഭാരമുള്ള കല്ലായി ജെറുസലേം മാറി. 15 കാര്യങ്ങളാ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അന്തിമ യുദ്ധം ഇതിനേക്കാൾ. ദാണ്ട് ഇസ്രായേൽ ഇറാൻ പോകുന്ന ഇനി പടപട വാക്യം വായിക്കും. അന്നത്തെ ജെറുസലേം ആദ്യം മെയ് 14 48 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തിയപ്പോൾ അന്നത്തെ തലസ്ഥാനം ടെൽ-അവീവ് മാറി. ദാണ്ട് ജെറുസലേം ഇന്ന് അവരുടെ തലസ്ഥാനമായി മാറി. 2 ഏറ്റവും നിർണായകമായി ലോകം വിട്ടുനിന്നു. ജെറുസലേമിൽ US എംബസി. ആര് തുറന്നു? എംബസി. ട്രംപ് തുറന്നു കൊടുത്തു. ഭാരമുള്ള കല്ല്. സെക്രട്ടറിയാവ് പറഞ്ഞത്. ഇനി ആ ജാതികൾ, ഇസ്രായേൽ ഇനി ജൂതരാഷ്ട്രം. ആർക്കും അവനോട് മറുതലിക്കാൻ പറ്റത്തില്ല. 4 ജെറുസലേമിന്റെ പ്രത്യേകത. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. 3 മതങ്ങളുടെ സംഗമഭൂമി. ഇസ്ലാം മതം, ക്രൈസ്തവ മതം, യഹൂദൻ. അത് കഴിഞ്ഞിട്ട് 5ാമത്തെ കാര്യം പുണ്യ കേന്ദ്ര ഹോളി ലാൻഡ്. 6 മക്ക മദീന കഴിഞ്ഞാൽ യഹൂദന്റെ ഏറ്റവും നിർണായകമായ സ്ഥലമാ ജെറുസലേം. അവിടെ അലക്സ പള്ളി. 7 മുഹമ്മദ് നബി സ്വർഗാരോഹണം ചെയ്തെന്ന് ഇസ്ലാം പറയുന്നു. പക്ഷേ അതല്ല അതിൻ്റെ ശരി. അബ്രഹാം ഇസഹാക്കിന്
യാഗം കഴിപ്പിച്ചൊരു പാറയുണ്ട്, അതിൻ്റെ പേരാ ഡോമോബ്രോക്ക്. അതിന്നവർ കൈക്കലാക്കി. 7, 8 ലോക ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായി ഏകദേശം 60 പ്രാവശ്യം യുദ്ധമേറ്റ സ്ഥലം. 9 ഏറ്റവും നിർണായകമായി 43 പ്രാവശ്യം ജനം ഓടി. ആ 10ാമത്തെ കാര്യം 23 പ്രാവശ്യം രക്തമൊഴുകിയ പട്ടണമാ ജെറുസലേം. അത് കഴിഞ്ഞ് 11ാമത്തെ കാര്യം യേശുവിൻ്റെ ക്രൂശീകരണം ഇവിടെ, യേശുവിൻ്റെ അമ്മ മറിയയുടെ കല്ലറ ഇവിടെ, യേശുവിൻ്റെ തൈലലേപനം നടന്ന ഇവിടെ, യേശു തുവന്ന കിദ്രോൻ തോട് ഇവിടെ. അത് കഴിഞ്ഞ് യഹൂദന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തൊരു ചെറുപ്പക്കാരനുണ്ട്, അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. ചോദിക്കും, PSCക്കും വരും, ഇനി ഇസ്രായേലുകാർ ഇന്ത്യക്കാർ കൊണ്ടുവരും. തിയോഡർ ഹെർസൺ, യവൻ്റെ കല്ലറ ഇവിടെ. ഈ സ്ഥലത്തിന് വേണ്ടിയ അന്തിമ അടി നടക്കുന്നത്. 1 ജെറുസലേം, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്. ഇത്രയും നിറവേറി ഇന്ന് രാത്രി ജാതികൾ അതിനെതിരെ വിരോധമായി കൂടി വരും. അതാ ഇന്നത്തെ പ്രസംഗം. കടക്കാം. അതിനാസ്പദമായി ഇനി പടപടാ വാക്യങ്ങൾ. ഇവിടെ ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്നു, അതിൻ്റെ പേര് റഷ്യ ഉക്രൈൻ യുദ്ധം. എല്ലാവരും ശ്രദ്ധിക്കണം. എന്താ റഷ്യ ഉക്രൈൻ യുദ്ധം? ലോകത്തിലെ 2 വൻശക്തികൾ, 1 അമേരിക്ക, 2 യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് അഥവാ ഇന്നത്തെ റഷ്യ. റഷ്യയുടെ പ്രത്യേകത എന്താ? 1987 റഷ്യയിൽ ഒരു ഭരണാധികാരി വന്നു. ആരാണെന്നറിയാമോ? ഏറ്റവും നിർണായകമായി വ്ളാഡിമിർ ഗർബച്ചോവ് റഷ്യയുടെ പ്രസിഡന്റായി വന്നു. അദ്ദേഹത്തോട് ആൾക്കാർ പറഞ്ഞു, സാറേ ഈ റഷ്യ വെട്ടിമുറിക്കണം, ഇനി ഇവിടെ എല്ലാവർക്കും ആഹാരവും വെള്ളവും കൊടുക്കാൻ പറ്റത്തില്ല. അന്നാണ് റഷ്യ വെട്ടിമുറിക്കപ്പെട്ടത്. പുറകെ വായിച്ചു തരാം. 15 റഷ്യ ദൈവം വെട്ടിമുറിച്ചു. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ബെലാറസ്, അർമേനിയ, ജോർജിയ, ചെച്ചിനിയ, ക്രിമിയ, സൈബീരിയ, ഇതെല്ലാം റഷ്യ എന്ന് പോയ 15. പുറകെ വായിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. 26 മാസം കഴിഞ്ഞു. തിരുവനന്തപുരംകാർ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പത്രത്തിൽ എന്നും റഷ്യ ഉക്രൈൻ. ഇന്ന് 2010 2013 ഉക്രൈനിൽ ഒരു ഭരണാധികാരി വന്നു, യഹൂദൻ സെലൻസ്കി. അവൻ അമേരിക്കയോട് ചേരാൻ തുടങ്ങി, നടന്നില്ല. 16 ബൈഡനോട് പറഞ്ഞു, തീർന്നില്ല. 20 യൂറോപ്യൻ യൂണിയനകത്ത് അവൻ ചാടാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ റഷ്യയുടെ സകല രഹസ്യങ്ങളും ചോരും. റഷ്യയുടെ കസ്റ്റഡിയിൽ നിന്ന് ഈ ഉക്രൈൻ കൂടെ കിടന്നെങ്കിലും പോയാൽ അത് അവന് കുഴപ്പമായിട്ട് വരും. അന്ന് തുടങ്ങി ഈ പ്രശ്നമാ. 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി മുതൽ ആക്രമണം ആരംഭിച്ചു. എന്തിനു വേണ്ടി? റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നു. ഒരു ചാനലുകാരും പറയത്തിൽ എഴുതിക്കോ. 1 ലോകത്തിലെ ഏറ്റവും നല്ല വെള്ളം കിട്ടുന്ന നദി നിപ്പർ നദി ഉക്രൈനിൽ. 2 ഏറ്റവും നല്ല ഗോതമ്പ് റഷ്യ കഴിഞ്ഞാൽ കിട്ടുന്ന സ്ഥലമായിരുന്നു ഉക്രൈൻ. ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയതിൻ്റെ പിറ്റേന്ന് നമ്മുടെ റേഷൻ കടയിൽ ആട്ടപ്പൊടി പോയി. കരം ഉയരുന്നില്ലല്ലോ, സന്തോഷമില്ലല്ലോ. ഇപ്പം ആട്ടപ്പൊടി ആർക്കെങ്കിലും കിട്ടും? അമ്മമ്മ, ഇത് ഉക്രൈനുമായിട്ട് അടി തുടങ്ങിയത് അന്നാ പോയത്. സ്വത്രം. 3 റഷ്യയിലെ ആണവ നിലയമാ ഏത് ചൊർണോബ്, ഇന്നത് കത്തിക്കടക്കുക. ഇവിടേക്ക് ഉക്രൈൻ ഒരു ആണവലയുണ്ട്, സഫ്രോഷ്യ ആണവ നിലയം. ഇത് പിടിക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ 26 മാസമായിട്ട് അടി നടക്കുന്നത്. പക്ഷെ ഇത് പിടിക്കത്തില്ല. ഈ ആക്രമണം എവിടെ? ഇസ്രയേലിലേക്ക് പോകും. ഇനി പടപടാ വാക്യങ്ങൾ. 4ാമത്തെ സംഭവം. 1 ഇസ്രയേൽ, 2 പരിഭ്രമപാത്രം, 3 ഭാരമുള്ള കല്ല്, 4 ജാതികൾ വിരോധമായി. ഒരു എസ്സേ പോലെ ഇന്ന് രാത്രി എഴുതിക്കോ. വായിക്കാം. എസെക്കിയേൽ പ്രവചനം 39:1-2. പടപടാ നമുക്ക് മുൻപോട്ട് പോയ എസെക്കിയേൽ 39:1-2. അല്ലയോ നീയോ മനുഷ്യപുത്ര, ഗോഗിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. എല്ലാവരും ശ്രദ്ധിക്കണം. ഗോഗ് ആരാന്നറിയാമോ? ഈ നോഗയ്ക്ക് 3 മക്കളുണ്ടായിരുന്നു, ശേം, ഹാം, യാഫേത്ത്. അതിലൊരു തലമുറയ മാഗോഗ്. ഉൽപ്പത്തി 10:2. ഈ മാഗോഗ് കുള്ളന്മാര് 4 പേര്. 1 ചൈന, 2 കൊറിയ, 3 തൈവാൻ, 4 ഫിലിപ്പൈൻസ്, 5 ജപ്പാൻ. യവന്മാരെ 3 കണ്ട ഒരച്ചിട്ട് വാർത്തിരിക്കുന്ന പോലെ. പരിപ്പുവട, ഉണ്ണിയപ്പം, നെയ്യപ്പം പോലെ ഇരിക്കുന്നു. സന്തോഷമില്ലല്ലോ. ഇതിൽ നിന്ന് ചാടിയവന ഇന്നത്തെ റഷ്യ മാഗോഗ്. ആ മാഗോഗിൽ നിന്ന് ഇറങ്ങിയവനാ ഗോഗ്. ഇന്നത്തെ റഷ്യയെ വായിച്ചാട്ട് ഞാൻ നിനക്ക് വായിച്ചാട്ട് മക്കളെ. രോഷ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. രോഷ് റഷ്യ. മേശക്ക് മോസ്കോ. അടുത്തത് ടൂബല. ഇന്നത്തെ സൈബീരിയയുടെ തലസ്ഥാന ടുബാസ്കോ, ടൂബൽ എന്നിവയുടെ പ്രഭുവായ റഷ്യയെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അവൻ ഇന്ന് ലോകരാജ്യങ്ങൾ വിരോധ ഉക്രൈനെ അടിക്കുന്നുണ്ട്. എല്ലാവരും റഷ്യയെ കുറ്റപ്പെടുത്തുക. ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. അടുത്ത വാക്ക്. ഞാൻ നിന്നെ വഴിതെറ്റിച്ച്. ഈ യുദ്ധം നിന്നെ വഴിതെറ്റിക്ക്, റൂട്ട് മാറ്റും. വഴിതെറ്റിച്ച് നിന്നിൽ ആറിലൊന്ന് ശേഷിപ്പിക്കും. റഷ്യയിലെ 6 രാജ്യങ്ങളുടെ ഇടയിൽ കൂടി കൊണ്ടുപോകും. ആരാ? 6. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ,
അസർബൈജാൻ, ഉക്രൈൻ വഴി നിന്നെ കൊണ്ടുപോകാൻ പോകും അന്തിമ യുദ്ധത്തിൽ. അപ്പൊ കമ്മ്യൂണിസ്റ്റ് റഷ്യ വെട്ടിമുറിക്കുമെന്ന് സഖാവ് പിണറായിക്ക് അറിയത്തില്ലായിരുന്നു, AKGക്ക് അറിയത്തില്ലായിരുന്നു, VS അറിയത്തില്ലായിരുന്നു, സീതാറാം യെച്ചൂരിക്കും അറിയത്തില്ല, ഇവിടുത്തെ ഒരു ചാനലുകാർക്കും അറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ ബൈബിളിനകത്ത് കരമുയർത്തുന്നവർക്കായി ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് എഴുതി, നിന്നെ 6 the part of 15 divided the portion of 6. 6 കൂടി നിന്നെ ഞാൻ വഴി കടത്തും. എവിടെ കൊണ്ടുപോകുന്നറിയാമോ? ഇസ്രായേൽ പർവ്വതനിരങ്ങളിൽ. വായിച്ചാട്ടെ മോളെ, ഇതാ യഹോവയുടെ വചനം. വായിച്ചാട്ടെ. നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് വടക്കേ അറ്റം നിന്നെ സിറിയയുടെ മണ്ടയിൽ കൊണ്ടുവരും, ഗോലാൻ കുന്നുകൾ, അവിടെ നിന്ന് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും. കരമുയർത്തിയാട്ട് ഈ യുദ്ധം എത്താൻ പോകുന്നത് ഇസ്രായേലിലേക്ക്. അതുകൊണ്ട് അമ്മാമ്മ 27 മാസമായിട്ട് റഷ്യ ഉക്രൈൻ തീരുന്നില്ല. ഞാൻ എന്ന് വെള്ളറട തീപ്പട്ടി കമ്പനി എൻ്റെ കൂടെ സോമൻ പാസ്റ്ററും നമ്മുടെ ഷാജി പാസ്റ്ററും വരുന്നു, കൂടെ കൺവെൻഷൻ നടത്തിയ ക്രിസ്തുദാസ് പാസ്റ്റർ നിത്യതയിൽ പോയി. അന്ന് തൊട്ട് തുടങ്ങിയത് ആടി പാസ്റ്റർ, ഇന്ന് വരെ തീർന്നിട്ടില്ല. യോഗം ഇവിടെ നടക്കുന്നു. അന്ന് തൊട്ട് തീപ്പട്ടി കമ്പനി ഞാനതാ പ്രസംഗിച്ചാജ് അതിൻ്റെ ഒരു ഭാഗം വിട്ടു. അതിൻ്റെ നൂതനമായ കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാത്രി കേട്ടോ മക്കളെ, ഇത് അവസാനം ഇസ്രായേൽ പർവ്വത നിരകളിലെത്തിക്കും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കൂ. എസക്കേൽ പ്രവചനം 38:7-8 ഇന്നത്തെ പത്രവാർത്തയാണ്. ഉടനെ ഞാനിപ്പോൾ പലസ്തീനിലേക്ക് വരും. എസക്കേൽ 38:7-8 വാക്യം വായിച്ചാട്ട് ഞാൻ അടുത്ത വാക്ക് ഒരുങ്ങിക്കൊള്ളുക ലോകം. അടുത്തത് നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന റഷ്യയുടെ അടുക്കൽ കൂടിയിരിക്കുന്ന കുറെ പേരുണ്ട്. ഇന്നത്തെ ഹമാസുകാരെല്ലാം പോയിരിക്കുന്ന റഷ്യയിലേക്ക്. അടുത്തത് നിന്റെ സമൂഹമൊക്കെയും ഒരുങ്ങിക്കൊള്ളുക. നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ അവർക്ക് മേധാവിയായിരിക്കും. അടുത്ത വാക്ക് ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. We are saying in this night latter days Israel and Russia visited. നീ സന്ദർശിക്കപ്പെടും. അടുത്ത വാക്ക് വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടക്കുന്നു അറബി ഒട്ടകം ഓടിച്ച് മൂളിയും കടന്ന ഇസ്രായേൽ. വായിച്ചാട്ട് മോളെ, ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ കരമുയർത്തിയാട്ട് അന്തിമ ദിനം വരാൻ പോകുന്ന ഇസ്രായേൽ പർവ്വതം. അതുകൊണ്ടായി 24 ഏഷ്യാനെറ്റും എല്ലാം ഇത് പറയുന്നത് അന്തിമമായിട്ട് ഇസ്രായേലിലേക്ക് വരുമോ. അങ്ങനെയെങ്കിൽ ലോകം 2 ചേരിയിലാവുമോ? വൈക്കാം എസക്കേൽ പ്രവചനം 38-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. റഷ്യയോടുകൂടെ ആരൊക്കെ, അതുപോലെ തന്നെ അമേരിക്കയോട് ചേർന്ന് ആരൊക്കെ? എസക്കേൽ 38:5-6 വാക്യങ്ങൾ. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം പാർസികൾ. ആരാ പാർസികൾ? അവരാ ഇന്നത്തെ ഇറാനും അഫ്ഗാനിസ്ഥാനും. കരമുയർത്തിയാട്ടെ റഷ്യയോടുകൂടെ നിൽക്കുക. ഇതാ പേർഷ്യൻ രാജ്യങ്ങൾ, അഫ്ഗാനും ഇറാനും, ഇതെല്ലാം അന്ത്യകാല സംഭവം. അവരോടുകൂടെ പാർസികൾ. അടുത്തത് എത്യോപ്യ രാജ്യം. വായിച്ചോ? പൂത്യർ ലിബിയ രാജ്യം. തമിഴ് ബൈബിളി അതുപോലെ തന്നെ മലയാളത്തിലെ ഒരു മാറ്റം. കൂശ്യർ, എത്യോപ്യ, പൂത്യർ, ലിബിയ. അടുത്തത് ഗോമേർ. ആരാ? യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഒരുത്തൻ മതിൽ ചാടും. സ്വോത്രം. ഇപ്പൊ 12 അതിൽ ഒരുത്തൻ മതിൽ ചാടും. അടുത്തത് അവരോടുകൂടെ വായിച്ചാട്ടെ അവരുടെ എല്ലാ പടക്കൂട്ടങ്ങളും വടക്കേ അറ്റത്തുള്ള തോകർമാഗ്രഹം. ആരാ തോകർമാഗ്രഹം? ഇന്നത്തെ തുർക്കി ആരോട് ചേരുമെന്നറിയാമോ? മനസ്സിലാക്കണം, അവൻ റഷ്യയോട് ചേരും. ഇന്ന് തുർക്കിയിൽ ഒരു ഭരണാധികാരി ഉണ്ട്, അവന്റെ പേര് രജബ് തൊയ്യിബ് എർദോഗൻ. കേൾക്കണം, ഇവൻ ആരാ? ഇവൻ വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു, ഒരു പള്ളി അങ്ങ് പിടിച്ചു, ഹാഗിയ സോഫിയ. കരമുയർത്തുന്നവർക്കായി പത്രത്തിനകത്ത് വാർത്ത ഉണ്ടായിരുന്നു. തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ 2ാമത്തെ പള്ളി പിടിക്കാൻ പോയപ്പോഴാണ് പ്രശ്നമായത്. അങ്ങനെയെങ്കിൽ യേശു വരുന്നതിന് മുമ്പ്, സ്നാപക യോഹന്നാൻ വന്നതുപോലെ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് വഴിത്താരി ഒരുക്കുന്നവനാണ് തുർക്കിയിലെ തൊയ്യിബ് എർദോഗൻ. അപ്പോൾ ഒരു ചേരിയായി അഫ്ഗാൻ, അതിനുശേഷം ഇറാൻ, അതിനുശേഷം കൂശ്യർ, പൂത്യർ, എത്യോപ്യ, ലിബിയ, യൂറോപ്യൻ യൂണിയനിൽ ചാടുന്ന രാജ്യം, അതിനുശേഷം എല്ലാ ഇസ്ലാമിക രാഷ്ട്രങ്ങളും തുർക്കിയുടെ നേതൃത്വത്തിൽ വരും. ഈ സംഭവം കരം കൊടുത്ത് 4 പേരും ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരുമിച്ച് നീങ്ങാം കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ ആക്രമണം നടന്നപ്പോൾ റഷ്യ പറഞ്ഞു, കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ ഒരു 3-ാം ലോകമഹായുദ്ധം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് അമേരിക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, ഇസ്രായേലിനോട് പറഞ്ഞ, ഈ സമയത്ത് നീ ഒന്നും ചെയ്യരുത്, കാര്യങ്ങൾ കൈവിടപ്പെട്ടു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഈ പാലാട്ടുകോണത്ത് പറയുന്നു,
പറയുന്നു, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ കാന്തന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പി, അതിന്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. എല്ലാ ദിവസവും ഇസ്രായേലിനെ പറ്റി. അങ്ങനെയെങ്കിൽ ഒരു കൂട്ടം രാഷ്ട്രങ്ങൾ ശരിയായി. രണ്ടാമത്, ഇന്ത്യക്കാരും ഇലക്ഷൻകാരും കേൾക്കുക, ഇന്ന് രാത്രി അപ്പോൾ ഇസ്രായേലിന്റെ കൂടെ ആരൊക്കെ? എസെക്കിയേൽ പ്രവചനം 38:13. എസെക്കിയേൽ പ്രവചനം 38:13 വാക്യം കുഞ്ഞു വായിച്ചാട്ട്. ഇസ്രായേലിന്റെ കൂടെ ആരൊക്കെ? വായിച്ച് സഹായിക്കാം. ശെബയ, യമൻ രാജ്യം. ഇനി ഞാൻ പാലാട്ടുകോണത്ത് വന്നില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഇവിടെ ഗൾഫിൽ പോയ പലരും കാണും. സൗദി അറേബ്യയിൽ ഒരു എണ്ണക്കമ്പനി ഉണ്ട്, അരംകോ. അതിന് ഇന്ന് യമനിലെ ഹൂത്തി വിമതർ ഭീഷണിയാണ്. അങ്ങനെയെങ്കിൽ യമനെ ആരടിച്ചൊതുക്കും? അമേരിക്കയും ബ്രിട്ടനും അടിച്ചൊടുക്കി കയ്യിലാക്കും. ഇറാഖിന്റെ കണക്ക്. അതിന്റെ പേരാ ശെബ, ഇന്നത്തെ യമൻ രാജ്യം. അടുത്തത് ദദാൻ, അതിന്റെ പേരാ ഏഡൻ രാജ്യം. അതിലേക്കൂടെ ചൈനയുടെ സിൽക്ക് പാത. തൊടാൻ സമയമില്ല. അടുത്തത് ദദാനും തർശീഷ് വർത്തകന്മാർ. ദദാൻ, ഏഡൻ രാജ്യം, തർശീഷ് വർത്തകന്മാർ. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന 5 രാഷ്ട്രങ്ങൾ ആർക്ക് സൈഡ്? 1 കേട്ടോ, അമേരിക്ക. 2 കാനഡ. 3 ഓസ്ട്രേലിയ. 4 ബ്രിട്ടൻ. 5 ഫ്രാൻസ്. ഇവരിത്രയും പേർ ഇസ്രയേലിന് സൈഡാ. കരമുയർത്താം. അതുകൊണ്ട് പലസ്തീനകത്ത് ആക്രമണം വന്നപ്പോൾ അമേരിക്കയിലെ ജോ ബൈഡൻ നേരെ അവിടെ ഇറങ്ങിച്ചെന്നു. കരം കൊടുത്ത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഞങ്ങൾ കൂടെ ഉണ്ട്. ഉടനെ ബ്രിട്ടനിലെ റഷീ സുനക്, ദാണ്ട് ഇന്ത്യക്കാരൻ ഞാഞ്ഞൂല്, അവനും അവിടെ ചെന്നു. ഓസ്ട്രേലിയക്കാരന് വരാൻ പറ്റിയില്ല, കപ്പൽ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ നേരെ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്തവരാ കാനഡ. കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന രാഷ്ട്രങ്ങൾ ആരുടെ കൂടെ? ഇസ്രയേലിന്റെ കൂടെ. കരമുയർത്തുന്നവർക്കായി. അതാ നിങ്ങളുടെ പത്രവാർത്ത മുഴുവൻ കണ്ടത്. അതുകൊണ്ട് ഇറാൻ ഒന്നും കയറി ഇസ്രയേലിനെ അടിക്കാത്ത. അതിനോട് ചേർന്ന് അടുത്ത വാക്ക് വായിച്ചാട്ടെ. അതിലെ സകല ബാലസിംഹങ്ങൾ ഇസ്രയേലിനോട്. ബാലസിംഹങ്ങൾ ആര്? 1 ഇന്ത്യ, 2 തൈവാൻ, 3 ജപ്പാൻ. ഈ ബാലസിംഹങ്ങൾ ഇസ്രയേലിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. സാമ്പത്തിക രാഷ്ട്രങ്ങൾ. അതിനാസ്പദമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. ഇവിടെ BJPയുടെ ഭരണം വരുന്നത് ഇസ്രായേലിനോട് ചേരാൻ വേണ്ടിയാണ്. 1998 2 MP-മാരെ BJPക്കുള്ളായിരുന്നു. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കറിയാമെന്ന് എനിക്കറിയത്തില്ല. ബഹുമാനപ്പെട്ട വാജ്പേയിയും അത് കഴിഞ്ഞിട്ട് LK അദ്വാനി ഇന്ത്യൻ പാർലമെന്റിനകത്ത് 2 MP-മാരെ ഉള്ളായിരുന്നു. പക്ഷേ BJP എങ്ങനെ ഭരണത്തിൽ വന്നു? ഇസ്രായേലിനോട് ഇന്ത്യ അടുക്കണമെങ്കിൽ ഇവിടെ ഭരണമാറ്റം വരണം. ഏകദേശം 2007 ധനുപച്ചപുരത്തിനകത്ത് കൊല്ലായിൽ ലൂതറൻ ചർച്ച്, അവിടെ ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കും. അവിടെ BJPക്കാരുടെ കോട്ടയാ. അവരെല്ലാം പ്രസംഗം കേൾക്കാൻ വന്നു. അവിടെ വെച്ച് കൊല്ലായിൽ വെച്ച് ഞാൻ ഇതേ വചനം എടുത്തിട്ട് പറഞ്ഞു, ഇന്ത്യയിൽ BJP ഭരിക്കുമെന്ന്. ആൾക്കാർ ഞെട്ടിപ്പോയി. പാസ്റ്റർ എന്തുവാ പറയുന്നത്? സ്വോത്രം. ഞാൻ പ്രസംഗിച്ചിട്ട് പോയി. സ്വോത്രം. പക്ഷേ സംഭവിച്ചത് എന്താ? ഇന്ത്യയിൽ BJP ഭരണം വന്നേ മതിയാകൂ. എന്താ കാര്യമെന്ന്? ഇസ്രയേലിനോട് ഇന്ത്യ ചേർന്ന് നിൽക്കണമെങ്കിൽ വേറൊരു ഗവൺമെന്റ് വന്നാൽ നടക്കത്തില്ല. അതിന് കാരണമായി നിങ്ങൾ കേൾക്കണം. കഴിഞ്ഞ ദിവസം എല്ലാവരും കേൾക്കണം. ഇസ്രയേലിന് നേരെ ആക്രമണം വന്നപ്പോൾ അമേരിക്കക്കാരനല്ല ആദ്യം ഫോൺ ചെയ്തത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, ഭായ് ഹം ലോഗ് ആപ്കാ സാത്ത് മേ, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന്. വാർത്ത വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആദ്യത്തെ ടെലിഫോൺ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ വിളിച്ചത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അന്ന് ഏകദേശം എത്ര പേര് കയറിയെന്നറിയാമോ? 2400 ഹമാസിന്റെ പോരാളികൾ ഇസ്രയേലിൽ കയറി. അവരെ ഇറക്കാൻ യാതൊരു മാർഗവുമില്ല. ഇന്ന് ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന ഈ രാഷ്ട്രീയക്കാരിൽ ഇവിടെ കിടന്ന് മൈക്ക് വിളിക്കുന്നവർക്കല്ല, അവർക്കൊന്നും അറിയത്തില്ല. ഇന്ത്യയുടെ ഭരണം നിയന്ത്രിക്കുന്ന 2 പേരാ. 1 അജിത് ഡോവൽ, പ്രധാനമന്ത്രിയുടെ വലങ്കൈ. അത് കഴിഞ്ഞിട്ട് അമിത്ഷായോ, അത് കഴിഞ്ഞ് മോഡി സാറല്ല ഇന്ത്യ നയിക്കുന്നത്. ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. നിങ്ങൾക്കറിയാമോ? വളരെ കരുത്തുറ്റ നേതാവായ S ജയശങ്കർ, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി. അദ്ദേഹം ഇസ്രയേലിലെ പ്രധാനമന്ത്രിയോട് പറഞ്ഞ, ഇന്ത്യയുടെ ആളുകളെ ഉണ്ട് കാശ്മീരിൽ എല്ലാത്തിനും റെഡിയാക്കുന്ന കമാൻഡോകളെ വേണേ വിട്ടുതരാൻ ഇസ്രയേലിലോട്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് നാട്ടുകാർ കേൾക്കണം. അത്ര പവർ, സൂപ്പർ പവറായി ഇന്ത്യ. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയും തള്ളുന്ന ആളല്ല, എല്ലാവരും ഞങ്ങളുടെ സ്നേഹിതരാ. അപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി പറഞ്ഞു, S ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾ ആളെ തരാം. അതുകൊണ്ട് ഇസ്രയേൽ ഏത് കാര്യം വന്നാലും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറഞ്ഞു തരാം. കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? നാട്ടുകാർ കേൾക്കട്ടെ. കോവിഡ് കാലത്ത് എന്താ സംഭവിച്ചത്? നമ്മൾ ചൈനയായിട്ട് കയ്യാല പ്രശ്നം ഉണ്ടായിരുന്നു. ചൈനയുടെ 44 പട്ടാളക്കാർ ഇന്ത്യക്കാർ ഞെരിച്ചു കൊന്നു കളഞ്ഞു. ചൈനക്കാരൻ വെച്ചുകൊണ്ടിരിക്കുകയോ. അന്ന് പറഞ്ഞ എന്താ പറയുക? ചൈനയുടെ പ്രസിഡന്റ് പറഞ്ഞ ഷീ ജിൻപിങ് പറഞ്ഞതാ ഇന്ത്യയെ ശരിയാക്കുമെന്ന്. ഒറ്റ നമ്മുടെ കൂടെ ചായ കുടിച്ച് ഒരു നേതാക്കളും മിണ്ടിയില്ല. അമേരിക്ക
അമേരിക്കക്കാരനും റഷ്യക്കാരനും വേണ്ടിയില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യയെ തൊട്ടാൽ നീ വിവരം അറിയുമെന്ന് പറഞ്ഞു. കരം ഉയർത്തുന്നവർക്കായി സ്വോത്രം. അതുകൊണ്ട് ഈ BJPയുടെ ഇന്നത്തെ മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും എല്ലാം പറയുന്നത് പുറകിൽ ആളുണ്ടായോണ്ടാ. സന്തോഷമില്ലല്ലോ, കരം ഉയരുന്നില്ലല്ലോ സ്വോത്രം. ഇപ്പം സജു ജാത്തൻ്റെ ഒരു സ്റ്റേജിൽ കയറി 4 കാര്യം പറയണേ, വെല്ലുവിളിക്കണം. നിങ്ങൾ വിചാരിക്കും ഞാനൊരു പാവപ്പെട്ടവനാ, എൻ്റെ പുറകിൽ ആളുണ്ടെങ്കിലേ ഞാൻ വെല്ലുവിളിക്കത്തുള്ളൂ, ഇല്ലേ മിണ്ടാതിറങ്ങിപ്പോ സ്വോത്രം. അതുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ലോകത്തിലെ ഏത് വലിയ പുള്ളി വന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വൈകിട്ട് ചായക്ക് സൽക്കാരത്തിനിരിക്കും, എയർപോർട്ടിൽ പോകത്തില്ല. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കും. മേരാ ബായി ആകെയാ, കറിയാച്ചാനും തോമാച്ചാനും വന്നത് കരമുയർത്തുന്നവർക്കായി. ഇതാ യേശു പറഞ്ഞ അത്തി തളിർത്തു കൊമ്പിളതായി. നാട്ടുകാരെല്ലാം കേട്ടോണം. ഇവിടെ കൂടി പഠിക്കുന്ന BJPക്കാർക്കോ ബാക്കിയൊന്നും അറിയത്തില്ല. ഞങ്ങളൊക്കെ ഇന്ന് ഇസ്രായേലോട്ട് സംസാരിക്കുന്ന ഇപ്പോൾ ഒരു സംഭവം നടക്കാൻ പോവുക. എന്താണെന്നറിയാമോ? ഇവർ അയൺഡോം ഇച്ചിരി പ്രശ്നമായി ഇസ്രായേലിൻ്റെ. അതുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. ശത്രു രാജ്യത്ത് നിന്ന് വരുന്ന വിമാനത്തെ കാട്ടാൽ ക്ഷേത്രത്തിനകത്ത് കതിനാവെടി ആകാശത്ത് വെടിവെക്കുന്ന പോലെ ഇസ്രായേൽ ഒരു ടെക്നോളജി കൊണ്ടുവരുന്നത് ലേസർ ബീം. ക്യാൻസറിന് റേഡിയേഷൻ അടിക്കുന്ന പോലെ റേഡിയേഷൻ 33,000 അടി ഉയരത്തിൽ നിന്ന് ദൂരെ നിന്ന് വരുന്ന വിമാനം ശത്രു രാജ്യത്തിൻ്റെ വിമാനമെങ്കിൽ അതിനെ തകർക്കാൻ ഇസ്രായേൽ ഒരു ടെക്നോളജി കൊണ്ടുവരുന്ന ലേസർ ബീം. കഴിഞ്ഞ ദിവസം മോഡി സാർ പറയാ, അബി ഫിർ മേ ഹക്കൂമത്ത് മേ ആയേഗാ, ഇസ്രയേൽ കാ ടെക്നോളജി ഞാൻ പക്കടേക്കാന്ന്. സന്തോഷമില്ലല്ലോ, നാട്ടുകാർ കേൾക്കണം. കാട്ടാക്കട വന്ന് കട്ടൻ ചായ കുടിക്കുകയല്ല, ഞാൻ ഇനിയും അധികാരത്തിൽ വന്നാൽ ഇസ്രയേലിൻ്റെ ടെക്നോളജി കൊണ്ടുവരും. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നത് എന്താണെന്നറിയോ? പാകിസ്ഥാനോട് ചൈനയോട് മര്യാദയ്ക്ക് എന്നില്ല അടിച്ച് ശരിയാക്കുമെന്ന്. സന്തോഷമില്ലല്ലോ സ്വോത്രം. ഇതൊക്കെ വായിക്കണം കേട്ടോ. കൂടെ ആളുണ്ടായിട്ടാ ഇസ്രയേലിൻ്റെ ടെക്നോളജി മുഴുവൻ. ഇന്ന് രാത്രി പണ്ട് ചാക്ക അന്താരാഷ്ട്ര വിമാനത്താവളം മഴ പെയ്താൽ വിമാനം ഇറങ്ങത്തില്ല, വിമാനം തിരിച്ചു വിട്ടു. ഇന്ന് കൊടുങ്കാറ്റടിച്ചാലും ചാക്ക വിമാനം ഇറങ്ങുന്നു. സന്തോഷമില്ലല്ലോ. റൺവേ മൊത്തം ആരുടെ കയ്യിലാണ്? ഇസ്രയേലിൻ്റെ ടെക്നോളജിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ, BJPക്കാർ കേൾക്കട്ടെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മുഴുവൻ റൂട്ട് സംവിധാനവും IBയും റോയും ഒപ്പം ഇസ്രായേലൂടെ ചെയ്തു കൊടുക്കുന്നത്. അത്രയും ക്ലിയറായിട്ട് അവരുടെ സഹകരണം, ഭയങ്കര സഹകരണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എവിടം വരെ എത്തിയെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വേറൊരു കാര്യം കേൾക്കണം. ഇവിടെ 12 നാവികരെ ഖത്തറെ തൂക്കാൻ വിധിച്ചു. 12 നാവികരെ തൂക്കാൻ വിധിച്ചു. മലയാളം കാണണം. തിരുവനന്തപുരത്തുകാർ ഒരു നാവികനും ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാം വായിച്ച് അങ്ങനെ ഒരു വാർത്ത കേട്ടായിരുന്നു. 12 നാവികരെ ഖത്തറിൽ തൂക്കാൻ വിധിച്ച ഒരു കഥ വന്നു. സ്വോത്രം. അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി. പലരും പറഞ്ഞ് അവരെ തൂക്കുമെന്ന്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഒന്നും സംഭവിക്കത്തില്ല. ഈ ജയശങ്കർ എന്ന് പറയുന്ന പുള്ളി താഴെ ഇറങ്ങാൻ സമയമില്ല, പ്ലെയിനകത്ത് യാത്ര ചെയ്യുമോ. അദ്ദേഹം ഇന്ത്യയുടെ കാര്യം ചെയ്ത അദ്ദേഹം ഖത്തറിലെ ഷെയ്ഖിനോട് പറഞ്ഞതാ, ഞങ്ങളുടെ 12 എണ്ണത്തിനെ തീർത്താൽ ഖത്തർ എന്ന് പറയുന്ന ഒരു രാജ്യം കാണത്തില്ലെന്ന്. കര ഉയർത്തിയാട്ടെ. പണ്ടത്തെ ഇന്ത്യയല്ല, 1400 ഫൈറ്ററാണ് ഇന്ത്യക്കുള്ളത്, 400 യുദ്ധക്കപ്പലുകളാണ് ഉള്ളത്. അമേരിക്ക പിൻവാങ്ങി മക്കളെ. പക്ഷേ സൗദിയുടെ കപ്പൽ യമനിനകത്ത് ഇന്ന് കടൽ കൊള്ളക്കാരെ നേരിടുന്നത് ഇന്ത്യൻ നാവിക സേന. കരമുയർത്തുന്നവർക്കായി. ഇത് പേപ്പർ വായിക്കണം മക്കളെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും. കരമുയർത്തുന്നവർക്കായി. ഇസ്രായേൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഇസ്രായേൽ പറയുന്ന കാര്യമുണ്ട്? ലോക രാജ്യങ്ങളിൽ മുഴുവനും ഞങ്ങളുടെ ആൾക്കാരെ പച്ചയ്ക്ക് കൊന്നപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ അവർ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തത് കൊണ്ട് ഞങ്ങൾ ഇന്ത്യയോട് ചേർന്ന് നിൽക്കും. കരമുയർത്തുന്നവർക്കായി. അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്നത്, ഈ കൺവെൻഷൻ തീർന്നാൽ, ഇലക്ഷൻ കഴിഞ്ഞാൽ 80,000 കർഷക തൊഴിലാളികളെ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ കൊണ്ടുപോകാൻ പോവുക. കണ്ടോണം. 80,000 പേര്. അവർക്ക് ഇനി ആളെ വേണ്ട. അവർ പറയുന്നു ഇന്ത്യക്കാർ മതി, 1 ലക്ഷം ശമ്പളം തരാം, ഫ്രീ ആയിട്ട് വിസ കൊടുക്കാൻ പോകുന്നു. ഒരുപക്ഷെ തിരുവനന്തപുരത്ത് വിമാനം വന്ന് നേരെ കയറ്റി കൊണ്ടുപോകാൻ പോകുന്നു. ആ ചർച്ച ഇസ്രായേൽ നടക്കുന്നു. ഇവിടെ തെരഞ്ഞെടുപ്പായതുകൊണ്ട് അത്രയും വലിയ ടെക്നോളജിയിൽ ഇവിടെ വന്നു. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ ആര്? രണ്ടാമത്. നിങ്ങൾക്കറിയാമോ, പാങ്ങോട് ഒരു മിലിറ്ററി ക്യാമ്പുണ്ട്. ഇടയ്ക്ക് അതിലെ വണ്ടി പോകുമ്പോൾ നിർത്തിയിട്ട് ഹിന്ദിക്കാരനോട് ചോദിക്കണം, ഇവിടെ ഇരിക്കുന്ന തോക്കെന്താ? ഇസ്കാ അന്തർ ക്യാ ബന്ദൂക്ക്. ഉടനെ പറയുന്നൊരു കാര്യമുണ്ട്, ഇതർ ഇസ്രായേൽ കാ ബന്ദൂക്ക്. ആ തോക്കിൻ്റെ പേരാ ടൈവർ ടാർ 21. കാർഗിൽ യുദ്ധം. ഇടയ്ക്ക് പേപ്പർ വായിക്കണം. അന്നമ്മ മറിയാമ്മയോട് ഒളിച്ചോടി പോയി വായിക്കാതെ ഇതൊക്കെ വായിക്കണം കേട്ടോ. അതിനകത്ത് കാർഗിൽ യുദ്ധത്തിൽ പാകിസ്ഥാനെ അടിച്ച് തകർത്ത തോക്കാര് ഇസ്രായേലിൻ്റെ തോക്ക. മനസ്സിലാക്കണം. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാത്രി നമ്മുടെ ഈ തുമ്പയ്ക്കകത്ത് ഒരു പ്ലാന്റ് ഉണ്ട്, ബ്രഹ്മോസ്. ആ ബ്രഹ്മോസ് പ്ലാന്റ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള മിസൈലിൻ്റെ പരിപാടിയാണ്. അതും ഇന്ത്യ ഇസ്രായേൽ. 4 പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഭീകരാക്രമണം. ബാലാക്കോട്ട് ഭീകരാക്രമണത്തിൽ ഒരു സംഭവം നടന്നു. സകല എണ്ണത്തിന് ഇന്ത്യക്കാർ തകർത്തു. അതിൻ്റെ പേര് സ്പാരോ. ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്ഥലം മൊത്തം തീരുന്ന ബോംബ്. കഴിഞ്ഞ ദിവസമേ ഞാൻ ആറാട്ടുപുഴ
IPCയുടെ കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അത്തിതളർത്തു കൊമ്പിളതായി. അപ്പം പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത, കഴിഞ്ഞ വർഷം റിട്ടയർ ചെയ്തൊരു പോലീസ് ഓഫീസർ, പട്ടാളക്കാർ CISFകാരും ഉണ്ട്. സ്വോത്രം. പുള്ളി ആരാന്നറിയാവോ? പാലാട്ട് കണക്കാർ കേൾക്കണം. പുള്ളി കാശ്മീരിലെ വയർലെസ് ഓപ്പറേറ്റർ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, പണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, കാശ്മീരിൽ എന്നും വെടിവെപ്പ്, കാശ്മീർ ഭീകരാക്രമണം, ഇന്റർനെറ്റ് കട്ട് ചെയ്തു, ഭീകരൻ പിടിയിൽ. പുള്ളി എന്നോട് പറഞ്ഞു സ്റ്റേജ് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹമായിരുന്നു കാശ്മീരിൽ വയർലെസിൻ്റെ മുഴുവൻ കൺട്രോൾ. ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യയുടെ സാധനങ്ങൾ മുഴുവൻ കാശ്മീർ മാറ്റി, ഇന്റർനെറ്റ് സംവിധാനങ്ങൾ മുഴുവൻ ഇസ്രയേലിൻ്റെ ആക്കി കാശ്മീരിനകത്ത്. കേട്ടോ, ഭീകരവാദികൾ സംസാരിക്കുന്ന മുഴുവൻ ഇസ്രയേൽ സോഫ്റ്റ്വെയർ കൊടുക്കുമായിരുന്നു. ഇപ്പം കണ്ടോ കാശ്മീർ എന്താ ഭീകരവാദികൾ കയറാത്തത്? അവർ കയറുന്നതിന് മുമ്പ് ഇവിടെ പടമെടുക്കുന്ന പോലെ ക്യാമറ കാണിക്കും. അതുകൊണ്ട് കാശ്മീർ സ്വാതന്ത്ര്യമായത്. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ ഇന്ത്യൻ മിലിറ്ററിയുടെ സകല സാധനങ്ങളും ഇസ്രയേലിൽ. യേശു പറഞ്ഞ പ്രവചനം അത്തിതളർത്തു കൊമ്പിളതായി. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടോ, ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ശരിയായ കാര്യമല്ലെന്ന്. കരമുയർത്തുന്നവർക്കായി ആദ്യം അപലപിച്ചത് ഇന്ത്യ. എത്ര കാലമായി? ഇതാ ബൈബിളിന്റെ പ്രവചനം. ആരുടെ കൂടെ നിൽക്കും? ഇസ്രയേലിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. ഇന്ന് രാത്രി, ഇനി ഇലക്ഷൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ വ്യവസായി എലോൺ മസ്ക്, മൈക്രോ ചിപ്പ് വെക്കുന്നവർ ഇവിടെ വരാൻ പോവുക. മോഡി സാറിന് കൈ കൊടുക്കാൻ $300 കോടി വ്യവസായം ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന ഇസ്രയേൽ. എന്താ പറയുക, ടെസ്ലയുടെ കാർ കമ്പനി, ബാറ്ററി കാർ വളരെ ചീപ്പ് റേറ്റിന് ഇസ്രയേൽ ഇറക്കാൻ പോകുന്നു. അവർ പക്ഷേ തിരുവനന്തപുരത്തോ മദ്രാസിലോ കമ്പനി ഓപ്പൺ ആക്കി തരും. അതുവരെ കാര്യമായി അവിടം വരെ എത്തി. ലോകത്തിന്റെ സംഭവം അത്തിതളർത്തു കൊമ്പിളതായി. സാധാരണ പുള്ളിയല്ല. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കണം, കഴിഞ്ഞ ദിവസം സർദാക്കന്മാർ പ്രശ്നം ഉണ്ടാക്കി. കാനഡ, ഇന്ത്യന്ന് നമ്മുടെ ഗുണ്ടുകാട് കൊട്ടേഷൻ ടീം പോകുന്ന പോലെ കാനഡയിൽ ചെന്ന് സർദാക്കന്മാരെ നേതാക്കന്മാർ ഇന്ത്യ കൊന്നിട്ട് വന്നു. കരമുയർത്തുന്നവർക്കായി. സ്വോത്രം. ഇതൊക്കെ പേപ്പറിനകത്ത് വായിക്കണം. കാനഡയിൽ പോയി ഖലിസ്ഥാൻ നേതാക്കൾ. ഈ പുള്ളി ഭയങ്കര സാധനമാണ്. അങ്ങാരുടെ കണക്കൊരു ബുദ്ധിജീവി. ആര് കേട്ടാലും കുഴപ്പമില്ല. ജയശങ്കർ. ഇതൊക്കെ കേട്ടിട്ടാ നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ശശി തരൂർ ഉണ്ടല്ലോ, സാധാരണ രാഷ്ട്രീയ നേതാക്കൾ, ഞങ്ങളുടെ ഭാഷമാർ അങ്ങോട്ട് പോയി ചക്രം മേടിക്കാനാണ് പോകുന്നത്. സന്തോഷമില്ലല്ലോ. രാഷ്ട്രീയക്കാരെ കണ്ടു കഴിഞ്ഞാൽ സാറ് പൈസ നട്ട് വോട്ട് തരാം. ഞാൻ പേരൂർക്കട പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അജിയുടെ ഇതിലുണ്ട്, ശശി തരൂർ 1-2 പ്രസംഗമല്ല കേട്ടത്, 16 പ്രസംഗമാ കർത്താവിൻ്റെ വരവ് കേട്ടത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയെ കൊണ്ട് ഇവിടുന്ന് നമ്പർ എടുത്ത് എന്നെ വിളിപ്പിച്ചു, നിങ്ങളെ ഒന്ന് കാണണമെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞു വളരെ സന്തോഷം സാറ് കാണാൻ വരാം. പുള്ളി സാധാരണ പുള്ളിയല്ല ശശി തരൂർ, UN മുൻ അണ്ടർ സെക്രട്ടറി. കരമുയർത്തുന്നവർക്കായി UN മുൻ അണ്ടർ സെക്രട്ടറി ശശി തരൂർ. മോഡി സാറ് പോലും ഇത്രയും രാജ്യങ്ങളിൽ പോയിട്ടില്ല. അദ്ദേഹം എന്നെ കാണാൻ വന്നു. നല്ല പൊന്നാടയും തന്ന് 2 പുസ്തകവും തന്ന്. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. പുള്ളിക്കാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതെല്ലാം അജി പടത്തിൽ വിട്. ശശി തരൂർ എന്നെ കെട്ടിപ്പിടിച്ച് പൊന്നാടയും തന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്ററെ, ഞാൻ ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ഞാനൊരു ഹൈന്ദവ സമൂഹത്തിലുള്ളതാ. ലോകത്തെ മുഴുവൻ എനിക്കറിയാം. UN അണ്ടർ സെക്രട്ടറിയാണ്. ഞാൻ പഠിച്ച കത്തോലിക്കര സ്കൂളിലാണ്. പക്ഷേ ഈ ബൈബിളിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പ്രസംഗങ്ങൾ കൂടിയാ. കരമുയർത്തുന്നവർക്കായി ലോകം പറയും നീ ഭോഷനെന്ന്. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ലോകങ്ങളെ തേടിയിരിക്കുന്നു. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. ബാലസിംഹങ്ങൾ ആരൊക്കെയാ? ഇന്ത്യ, ഒരു സാമ്പത്തിക മാന്യമില്ല. അത് കഴിഞ്ഞ് ജപ്പാൻ, അത് കഴിഞ്ഞിട്ട് വീണ്ടും തൈവാൻ. അത് ആരോട് ചോദിക്കുമെന്നറിയാം? ഈ റഷ്യയോട് ചോദിക്കും. വായിച്ചാട്ടെ മോളെ, നീ കവർ ചെയ്തിടുവാനോ? വായിച്ചാട്ടെ. ബാലസിംഹങ്ങൾ അവരോട് നീ കവർ ചെയ്തിടുവാനോ? വായിച്ചാട്ടെ. ബാലസിംഹങ്ങൾ എസ്കേലിന്റെ 38 അതിന്റെ 13. ബാലസിംഹങ്ങൾ നിന്നോട്, റഷ്യയോട് നീ കവർ ചെയ്തിടുവാനോ? വായിച്ചാട്ടെ. നീ കൊള്ളയിടുവാനോ കവർച്ച ചെയ്യുവാനോ വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടു പോകാൻ. അർത്ഥം മതി. ഇനി ആവർത്തനം 33. ഇന്ന് രാത്രി സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യ. ഈ റഷ്യയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ പണ്ട് ഉക്രൈനിൽ പോകുമായിരുന്നു. ഈ ഒറ്റശേഖരമംഗലത്തെ ചെമ്പൂരിൽ നിന്ന് എത്ര കുഞ്ഞുങ്ങൾ ജോർജിയയിൽ പോയിട്ടുണ്ട്. വെള്ളറുടെ നിന്ന് എത്ര കുഞ്ഞുങ്ങൾ റഷ്യ MBBS പോയിട്ടുണ്ട്. എനിക്കറിയാം. ഇന്ന് ആരും അങ്ങോട്ട് വിടുന്നില്ല. റഷ്യയെ പൈസ ഇല്ല. രണ്ടാമത്തെ കാര്യം, അവരുടെ കുറേ ഡോളർ അമേരിക്ക ഡിപ്പോസിറ്റ് ചെയ്തിരുന്നത്. ഈ അമേരിക്കക്കാരെ ഇത് കൊടുക്കത്തില്ല. അതുപോലെ റഷ്യയിലെ കാർ കമ്പനികളെല്ലാം പൂട്ടുന്നു. ആ കാർ കമ്പനിയാണ് തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നത്. 9,000 കോടിയുടെ ഒരു കാർ കമ്പനി തമിഴ്നാട്ടിൽ വന്നിരിക്കുന്നു. ഹോണ്ട. കര ഉയരുന്നില്ലല്ലോ ചായ. ആ കേരളത്തിൽ വരികയും ചെയ്യും. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സന്തോഷമില്ലല്ലോ. സ്വോത്രം. തമിഴിൻ്റെ അങ്ങോട്ട് പോകണം. തമിഴ്നാട്ടിൽ എൻ്റെ കഴിഞ്ഞ നാൾക്കളിൽ ഞാൻ ഈ ചെങ്കോട്ട കഴിഞ്ഞ് പോകുമായിരുന്നു. 2 മിനിറ്റ് കടമെടുക്കുക. സുറണ്ട്, അത് കഴിഞ്ഞിട്ട് ശങ്കരൻകോവിൽ, ആണ്ടിപ്പട്ടി, രാജപാളയം, ഈ സ്ഥലത്തെല്ലാം ഞാൻ പോകുമായിരുന്നു. തമിഴനൊരു നല്ല വീടുമില്ല.
ഞങ്ങളുടെ പെന്തിക്കോസ് ഭാഷമാരെ പോലെ കുറേ കാറ്റാടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതേ ഉള്ളായിരുന്നു തമിഴ്നാട്ടിൽ. இந்த நாட்களிலே நான் திருநெல்வேலி மாவட்டத்தை போயிருக்கும்போ ஐயா அங்கே பார்த்துருக்குது அருமையான கம்பெனிகள் சோத்திரம். உள்ள மொபைல் பிளாന്റ്, ഉള്ള കാർ കമ്പനി, ഉള്ള പ്ലാസ്റ്റിക് കമ്പനി. കേരളക്കാരാ നീ കൊടി ഇത്തിരിയൂടെ നൂത്ത് പിടി ഇങ്ങോട്ട് വരും സ്വോത്രം, എല്ലാം പോവുക സ്വോത്രം. ഞാൻ ഇതിൽ നിന്ന് പിടിച്ചു വന്നവനാ സ്വോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, മടങ്ങി വന്നില്ലെങ്കിൽ കേരളത്തിൽ ഇതിലും പട്ടിണിയാണ് വരാൻ പോകുന്നത്. സന്തോഷമില്ലല്ലോ സ്വോത്രം. തമിഴിൻ്റെ കാശുണ്ടോ? അവന് ATM വന്നെടുക്കേണ്ട ചിന്നമാമ മാർത്താണ്ഡത്ത് പോയാൽ അത് ചേളാവിനകത്ത് ഇത്രയും പൈസയും കിട്ടിക്കൊണ്ടിരിക്കുക. ATM അടിക്കേണ്ട, കീക്കി അടിക്കേണ്ട, കൂക്കും അടിക്കേണ്ട. ഇവിടുത്തെ നമ്മുടെ കേരളക്കാർ ഒരു ബാങ്കിൽ പോന്ന് മറ്റേ വിധത്തിൽ പോന്ന് അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു. മടങ്ങി വന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആര് ഭരിച്ചാലും പ്രശ്നമില്ല. നമുക്ക് വേണ്ടിയത് വികസനം. താഴ്മയോടെ നിന്നില്ലെങ്കിൽ കമ്പനികൾ ഇവിടെ വരത്തില്ല. ഏറ്റവും വലിയ കമ്പനികൾ എവിടേക്ക് എത്തി? ഇന്ന് ഹോണ്ടയുടെ കമ്പനികളെത്തി. അങ്ങനെയെങ്കിൽ റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. എന്തിനു വേണ്ടി? ഒന്ന്, ഇന്ന് ഏറ്റവും നല്ല ഗ്യാസ് കിട്ടുന്നത് ഖത്തറല്ല, ഇസ്രയേലിനോട് ചേർന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമിച്ച ഒരു മരുഭൂമിയുണ്ട്, നെഗോ മരുഭൂമി. അവിടെ കിടപ്പുണ്ട് ഗ്യാസ്. രണ്ടാമത്തെ കാര്യം, ഇസ്രയേലിൽ ധാതുലവണം കിട്ടും. എവിടെ? ലോത്തിന്റെ കാലത്ത് തീ ഇറങ്ങിയ ചാവുകടൽ. ആ ചാവുകടലിനകത്ത് 4 ധാതുലവണമുണ്ട്: തോറിയം, ലിഥിയം, യുറേനിയം, പ്ലൂട്ടോണിയം. ഇനി മൂന്നാമത്തെ കാര്യം, എണ്ണ എവിടെ? ഇടവേളയിലേക്കാണ് പോകാൻ പോകുന്നത്. സൗദി അറേബ്യയിലല്ല ഏറ്റവും കൂടുതൽ എണ്ണ, ഇസ്രയേലിനകത്ത്. സൗദിയിൽ എണ്ണ കമ്പനി അരംകോ, UAE എണ്ണ കമ്പനിയാ ഏറ്റവും. മറ്റൊരു എണ്ണ കമ്പനി അഡ്നോക്ക്. അവിടെ നിന്നുമല്ല കടലിൽ എണ്ണ. ഏറ്റവും കൂടുതൽ എണ്ണ ലോകത്തിൽ ഒരു രാജ്യത്തിൽ കിടപ്പുണ്ട്, ഇസ്രായേൽ. ആ ഇസ്രായേലിന് എണ്ണ കിണറുണ്ട്. എവിടെ കിടക്കുന്നു? വായിക്കാം. ആവർത്തനം 33:24. റഷ്യ എന്തിനു വേണ്ടി ഇസ്രായേലിനെ ആക്രമിക്കും? ജാതീയ യുദ്ധമല്ല. എന്തിനു വേണ്ടി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും? ആവർത്തന പുസ്തകം 33-ാം അധ്യായം 24-ാം അധ്യായം. ആശേറിനെ കുറിച്ച് അവൻ പറഞ്ഞത്, കുറിച്ച് അവൻ പറഞ്ഞത്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട്, ആശേർ പുത്രസമ്പത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ സഹോദരന്മാർക്ക്, അവന്റെ സഹോദരന്മാർക്ക് ഇഷ്ടനായിരിക്കട്ടെ. അവൻ കാൽ എണ്ണയിൽ മുക്കട്ടെ. ആ കരം ഉയർത്തിയാട്ടെ. അവന്റെ കാൽ എണ്ണയിൽ മുക്കട്ടെ. മണ്ണെണ്ണയല്ല, പാമോയിലല്ല അമ്മാമ്മേ, ക്രൂഡ് ഓയിലിനകത്ത്. ഇന്ന് രാത്രി ഇസ്രയേലിനകത്ത് 2 എണ്ണക്കിണറെ തുറന്നിട്ടുള്ള ലവ്യാദാൻ, താമാർ. ഇനി കടലിനകത്ത് എണ്ണക്കിണർ കിടക്കുക. അന്ന് സാമ്പത്തികമായിട്ട് തകരുന്ന റഷ്യ. 1 ഗ്യാസ്, 2 ധാതുലവണം, 3 എണ്ണ. ഇത് കിട്ടിയാൽ രക്ഷപ്പെടൂ. അമ്പൂരിയിലെ തോമാച്ചായന് 1 ഇഞ്ചി വില കുറഞ്ഞു. എന്നാൽ 2 കുരുമുളക് പിടിക്കാം, വില കൂട്ടും. 3 കുരുമുളകിന് വില പോകുമ്പോൾ അടുത്തത് പിടിക്കുക റബ്ബർ. അതുപോലെ ഇന്ന് രാത്രി തകർന്നുകൊണ്ടിരിക്കുന്ന റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 ക്രൂഡ് ഓയിൽ. അതിനുവേണ്ടി റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്ന ഒരു കാലം. അതുകൊണ്ട് ലൂക്കോസ് 21:20-21 വായിക്കണ്ട. സൈന്യങ്ങൾ യെരൂശലേമിന് വളഞ്ഞിരിക്കുമ്പോൾ അതിന്റെ ശൂന്യകാലം അടുത്തുപോയി. കരമുയർത്തുന്നവർക്കായി അറബ് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്നത്തെ ഇറാൻ വിഷയത്തോട് ചേർന്ന് ഒരു കൂട്ടം രാജ്യങ്ങൾ ആർക്ക് നേരെ വരും? ഇസ്രയേലിന് നേരെ വരും. സക്കറിയാവ് എഴുതി, യെരൂശലേമേ നീ ഒരു പരിഭ്രമ പാത്രമാകും, നീ ഭാരമുള്ള ഒരു കല്ലാകും. നിനക്കെതിരെ സകല ജാതികളും വിരോധമായി കൂടി വരും. നിന്നെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. ഇന്ന് രാത്രി പാലാട്ടുകോണത്തോട് ഞാൻ പറയുന്നു, അങ്ങനെ ഒരാക്രമണം ഇവിടെ നടക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം നടക്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരാക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഡൽഹിയിൽ നിന്ന് പാകിസ്ഥാന്റെ കോൺസുലേറ്റുമാരെ ഒരു ബസ്സിനകത്ത് കൊണ്ടുപോകും, വാഗാ അതിർത്തിയിൽ കൊണ്ടു നിർത്തും. ഇസ്ലാമാബാദിൽ നിന്ന് ഇന്ത്യയുടെ കോൺസുലേറ്റുമാരെ നേരെ അവിടെ കൊണ്ടുവരും. 2 വണ്ടിയും അടുത്ത് വരുമ്പോൾ അവർ പാസ്പോർട്ട് ചെക്ക് ചെയ്യും, അവർ ക്ലിയർ ആണോ. പാകിസ്ഥാൻകാരെ അങ്ങോട്ട് പിടിക്കും, ഇന്ത്യക്കാരെ ഇങ്ങോട്ട് കൈമാറും. എന്നിട്ട് ഗേറ്റ് അടയ്ക്കും. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് വെടിവെപ്പ് നടക്കൂ. അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവിടെ ഒരു കൈമാറ്റം നടക്കും. അതിന്റെ പേര് യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത കരമുയർത്തുന്നവർക്കാൽ തന്റെ വിശുദ്ധന്മാരെ ചേർക്കുക. 10,000 പേർ സുന്ദരനായി എന്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. പാലോട്ടുകോണമേ, കാലം സമീപമായി, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുടങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഇടവേളയിലേക്ക് പോകാൻ പോകുന്നു. ഇന്ന് രാത്രി നാട്ടുകാർ കേൾക്കട്ടെ, ഇവിടെ 5 വയസ്സിൽ താഴെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യ ഗവൺമെന്റ് ഒരു സംഭവം കൊടുക്കുന്നുണ്ട്. പോളിയോ
എന്താ പോളിയോ വാക്സിൻ? PSC പരീക്ഷ എന്ന് കുഞ്ഞുങ്ങൾ എഴുതിക്കോ. പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ഒരു ഇസ്രായേൽ ശാസ്ത്രജ്ഞനാ. അവൻ്റെ പേര് ജോൺ ലിറ്റിൽ വാക്സ്. അവനായി കുഞ്ഞുങ്ങൾക്ക് കാലെ മുടന്ത് രോഗം വരാതിരിക്കാൻ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫ്രീ. ഒറ്റശേഖരമംഗലം, അതുപോലെ ചെമ്പൂർ ആരോഗ്യ കേന്ദ്രം, ഇതിലെ കൂടെ അനൗൺസ്മെൻറ്റാ. കൊണ്ടുവരൂ കുഞ്ഞുങ്ങളെ കൊണ്ടുവരൂ, പോളിയോയ്ക്ക് ഫ്രീ മരുന്ന്. ചില സഹോദരിമാർ വീട്ടിലും കൊണ്ടുവരൂ മരുന്നുമായിട്ട്. കുഞ്ഞിൻ്റെ വാ കാണിച്ചാൽ മതി, ഫ്രീ. അന്നേരമാ ഒറ്റച്ചേരത്തെ ചമ്മല് ബിന്ദു സിസ്റ്റർ കുഞ്ഞായിട്ട് വെള്ളറുടെ എന്തിനാ ഫ്രൈഡ് റൈസ് കഴിക്കാൻ പോകും. പിന്നെ രോഗം വന്നിട്ട് കർത്താവിനെ കുറ്റം പറയരുത്. സന്തോഷമില്ലല്ലോ സ്വതന്ത്രം. സിസ്റ്റർമാർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ പോളിയോ കൊടുക്കണം. അതെന്താ പോളിയോയുടെ പ്രത്യേകത? നമ്മുടെ വീട്ടിൽ ഒരു കുഞ്ഞ് കാല് മുടന്തി കിടക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറും കേരള മുഖ്യമന്ത്രി നമ്മുടെ പിണറായി വിജയൻ സഖാവും അനുവദിക്കുന്നില്ല. അതിന് 1 രൂപ കൊടുക്കേണ്ട ഫ്രീ വാക്സിൻ പോളിയോ. എന്നാൽ ഇന്ന് പാലാട്ടുകോണത്ത് ഒറ്റശേഖരമംഗലത്ത് മനുഷ്യകുലത്തിനൊരു പോളിയോ വന്നു. അതിൻ്റെ പേരാ പാപം. പാപത്തിന് ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ഉണ്ടോ? കരമുയരുന്നില്ലല്ലോ. തിരുവനന്തപുരം നിംസിൽ ചെന്നിട്ട് ഡോക്ടറോട് ചെയ്യണം, സാർ പാപത്തിന് വല്ല മരുന്നുണ്ടോ, ഇറങ്ങി പുറത്തു പോകാൻ പറയും. സ്വോത്രം. എന്നാൽ RCC പോയിട്ട് പറയാം, എനിക്ക് പാപമുണ്ട്, കീമോതെറാപ്പി ചെയ്യാൻ പറ്റൂ. ഡോക്ടർ പറയും പുറത്തു പോകാൻ. എന്നാൽ എനിക്ക് പാപമുണ്ട്, റേഡിയേഷൻ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഇന്ന് രാത്രി പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു വാക്സിന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഏതാ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ അവന്റെ രക്തം കരമുയർത്തുന്നവർക്കായി സകല പാപമല്ല, കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം നിന്റെ സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു. ഒന്നാമത്തെ ഭാഗത്തിലേക്ക് ഇതുവരെ കർത്താവിനെ സ്വീകരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഒരു കുഞ്ഞാടറുക്കപ്പെട്ടെന്ന് ഇന്ന് രാത്രി തിരുവെഴുത്ത് വിശ്വസിച്ച് വചനപ്രകാരം രക്ഷിക്കപ്പെട്ട് നിത്യതയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരെ ചേർക്കുവാൻ യേശു വരാറായി. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 4-5 വാക്യങ്ങൾ കൂടെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞ് മുന്നോട്ട് വരും. കൊച്ചൊരു പാട്ട് പാടുമ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കണം. നല്ല ഒരു കാണിക്ക കർത്താവിന് വേണ്ടി കൊടുക്കണം. കുഞ്ഞുങ്ങൾ ദൈവനാമപ്രകാരം കൺവെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന, അതുകൊണ്ട് നിങ്ങളുടെ കരങ്ങളിൽ ഒരു നല്ല നന്മ ഇന്ന് രാത്രി ഈ കൺവെൻഷന് വേണ്ടി കൊടുക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. മോളിസമ പാടുമ്പോൾ കാണിക്കെടുക്കുന്നവർ. അന്നാളിൽ ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്, ജാതികൾ അതിന് വിരോധമായി കൂടി വരും, കഠിനമായി മുറിവേൽക്കപ്പെടും. 4 ഭാഗങ്ങൾ. ജെറുസലേം കണ്ടു, പരിഭ്രമപാത്രം കണ്ടു, ഭാരമുള്ള കല്ലായി ജാതികളായി റഷ്യ കൂടി വരും. അതിനോട് ചോറി നിന്ന് നടക്കുന്ന ഇറാൻ സിറിയ ആക്രമണങ്ങൾ, ഗാസ. വായിക്കാം 4 വാക്യം കൂടെ. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഇന്ന് കഴിഞ്ഞ ഒക്ടോബർ 7 നിങ്ങൾ കണ്ടത് നമ്മുടെ ബൈബിളിൽ. വായിച്ചാട്ടെ. ആമോസ്. ഞാൻ യഹൂദായിൽ ഒരു തീ അയക്കും, അത് യെരൂശലേമിനെ അരമനകളെ ദഹിപ്പിച്ചു കളയും. കരമുയർത്തിയാട്ടെ. ഗാസായിൽ നിന്ന് ഒരു പ്രഭാതത്തിൽ കൂടാര പെരുന്നാളിൽ 2400 പടയാളികൾ, 3000 റോക്കറ്റ്, 2000 പേരെ ഇസ്രായേലുകാരെ കൊന്നുകളഞ്ഞു. യഹൂദയിൽ ഒരു തീ യെരൂശലേമിൻ്റെ അരമനകളെ കത്തിച്ചു കളയും. ബൈബിളിനകത്തുണ്ടോ? ഗാസ, ഇസ്രായേൽ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുക. അമ്മച്ചി കേൾക്കണം. കഴിഞ്ഞ ദിവസമൊക്കെ പത്രവാർത്ത കേൾക്കണം. ഇസ്രായേലിനോട് ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. അവൻ സകല എണ്ണത്തിന് കുഞ്ഞുങ്ങളെ കൊന്നുകൊണ്ടിരിക്കുക. 34,000 കഴിഞ്ഞു എൻ്റെ കണക്കിൽ. എത്ര പേരെ കൊല്ലും. ഒരു രാജ്യവും പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നില്ല. അന്തിമയുദ്ധത്തിലേക്ക്. അങ്ങനെയെങ്കിൽ ഈ ഗാസ ഇസ്രായേൽ സംഘടന നടക്കുമെന്ന് നമ്മുടെ ബൈബിളിലുണ്ടോ? മനോരമയും മാതൃഭൂമിയും പറയുന്നതിന് മുമ്പ് നമ്മുടെ ബൈബിളിൽ ആമോസിന്റെ പ്രവചനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിച്ചിട്ട് മോളെ. ആമോസ് 1-6-7 വാക്യങ്ങൾ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനല്ല യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഗസയുടെ 3-4 അതിക്രമ നിമിത്തം. അവിടെ നിന്ന് നിർത്തണം. 4 എണ്ണം കണ്ടു. ഇനി 5 ലോകമഹായുദ്ധം. 1 2003, 2 2007, 3 2013, 4 2020 കോവിഡ് കാലത്താ ഇടുക്കിക്കാരി ഒരു പെങ്കൊച്ച് സൗമ്യ സന്തോഷ് നേഴ്സ് മരിച്ചു പോയത്. കരമുയർത്തണം ഇതൊക്കെ വായിച്ചിട്ട്. 4 പേപ്പർ വായിക്കണം മക്കളെ. അതെന്താ കുഴപ്പമെന്നറിയാമോ? ഈ കാര്യം അജി ഒന്ന് പ്രത്യേകിച്ച് റെക്കോർഡ് ചെയ്തോണം.
ഇന്ന് രാത്രി. കേട്ടോ? അങ്ങനെയെങ്കിൽ ഗാസയുടെ 4 അതിക്രമ നിമിത്തം. അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഗാസ തീകോളം. വൈര് മക്കളെ, അടുത്ത വാക്ക് വേദന ഉണ്ടായി പറയുന്നത്. അടുത്ത വാക്ക്. അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കുന്നു. ഇസ്രായേലിന്റെ ആൾക്കാരെ ഹമാസ് തട്ടിക്കൊണ്ടു. അടുത്ത വാക്ക്. ഞാൻ ശിക്ഷ മടക്കി കളകിയില്ല. അടുത്തത്. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും. ആ കരമൊന്ന് ഉയർത്തിയാട്ടെ. ഗാസ തീകോളം. ഇന്ന് രാത്രി പത്രത്തിനകത്ത്, നിങ്ങളുടെ പേപ്പറിൽ, മലയാളം, ഇംഗ്ലീഷ്, ഏഷ്യാനെറ്റ് എല്ലായിടത്തും ബോംബ് വീണിട്ട് എഴുതില്ല ഗാസ തീകോളം. ഇന്ന് രാത്രി വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കും ഉപദേശം എന്ത് പറയുന്നത്? ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് ഈ കർത്താവിൻ്റെ വരവ് കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ ആൾക്കാരെ പേര് പെടുത്തത്തില്ല സ്റ്റേജിൽ കൂടെ. കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞു ഞങ്ങളുടെ പേര് പറയരുതേ പാസ്റ്റർ, വളരെ ദുഃഖമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. തിരുവനന്തപുരത്ത് സിറ്റി ഇരിക്കുന്നതും റൂറലിൽ ഇരിക്കുന്നതും IG-യും ADGP-യും രാത്രി ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുക. സ്വോത്രം. അവർക്കറിയാം ഈ ലോകത്തിന് എന്തോ സംഭവിക്കുമെന്ന്. സ്വോത്രം. ഇന്ന് രാത്രി ഇതാണ് സത്യസുവിശേഷം. ഇനി കാലം അധികമില്ല. ഞങ്ങളുടെ ബൈബിളിൽ ഗാസ തീകോളം, അതിനോടനുബന്ധിച്ച് സിറിയ, ലബനോൻ. ഈ ദിവസങ്ങളിൽ പത്രവാർത്ത വായിക്കാം. യെശയ്യാ പ്രവചനം അതിൻ്റെ 17:1-2. സിറിയനെ ദൈവം ആക്രമിക്കുമോ? ഇസ്രായേൽ ലബനോനെ ആക്രമിക്കുമോ? ദൈവവചനത്തിൽ വായിച്ചിട്ട് മോളെ യെശയ്യാ പ്രവചനം. ദമാസ്കസിനെ കുറിച്ചുള്ള പ്രവചനം. ഇതാ ദമേശക്ക് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം, സിറിയയുടെ തലസ്ഥാനം ഡമാസ്കസ് ഒരു പട്ടണമായിരിക്കാതെ വണ്ണം നീങ്ങിപ്പോയിരിക്കുന്നു. ഇസ്രായേൽ സിറിയയുടെ മണ്ടയ്ക്ക് അടിക്കും. മക്കളെ, ആടിയ ഇറാന്റെ കോൺസുലേറ്റിൽ ഇസ്രായേൽ അടിച്ചത് 14 പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ദിവസം. ഇതെല്ലാം പത്രവാർത്ത. അടുത്ത ലബനോൻ, അത് ശൂന്യകൂമ്പാരമായി തീരും. സിറിയ ശൂന്യകൂമ്പാരം. അടുത്തത് അരോവേർ പട്ടണങ്ങൾ നിർജ്ജനമായിരിക്കുന്നു. ലബനോന്റെ ബോർഡർ മൊത്തം ഇസ്രായേൽ അടിക്കുമെന്ന് കരമുയർത്തിയാട്ടമ്മാമേ. ഇതൊക്കെയാ ബൈബിള്. സിറിയ, ലബനോൻ ഇവ ആക്രമിക്കപ്പെടുമെന്ന് 2600 കൊല്ലം മുമ്പ് പേപ്പറിൽ വാർത്ത വരുന്നതിന് മുമ്പ് എഴുതി വെച്ചു. അതിന് പകരമായി ഇറാൻ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഇസ്രയേലിനകത്ത് 300 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തുടങ്ങി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് പാലാട്ടുകോണം കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്. കരമുയർത്തുന്നവർക്കായി രാജ്യം രാജ്യത്തോട്, ജാതി ജാതിയോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതെന്തിന്റെ ആരംഭം? ഈറ്റുനോവിന്റെ ആരംഭം. കരമുയർത്തുന്നവർക്കായി. ഗർഭിണിക്ക് പ്രസവവേദന വരുന്ന പോലെ ഇസ്രായേൽ ഇറാനെ തിരിച്ചടിച്ചു. ഇന്ന് അമേരിക്ക പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഒന്നും ചെയ്യരുത്. പലരും എന്നെ വിളിച്ചു ചോദിച്ചു, പാസ്റ്ററെ ഇതൊരു അന്തിമ യുദ്ധമാകുമോ? ഉടനെ അടി നടക്കൂ? 3-ാം ലോകമഹായുദ്ധം നടക്കൂ? ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ, 3-ാം ലോകമഹായുദ്ധം ഇവിടെ ഇപ്പം നടക്കത്തില്ല. അതിനു മുമ്പ് ഒരു സംഭവം ഇവിടെ നടക്കാനുണ്ട്. തന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. പാലാട്ടുകോണമേ, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിപ്പേൻ. ഇനി ഇതാ എൻ്റെ പ്രസംഗം. കേട്ടോണേ. ഇന്ന് ഈ 3 രാജ്യങ്ങൾ കേട്ടോ, ഇതുകൂടാകുമ്പോൾ ഇന്ന് രാത്രി സമാപിക്കും. ഇപ്പം ജെറുസലേം ആരുടെ കയ്യിലാണ്? ഇത് നോക്കിക്കോണം. ഇസ്രയേലിൻ്റെ കയ്യിലായി ജെറുസലേം ഇരിക്കുന്നത്. എല്ലാവരും ഇത് കേൾക്കണം. ഇന്ന് യുണൈറ്റഡ് നേഷൻസിൽ 5 രാജ്യങ്ങളാ വോട്ടവകാശം. UN രക്ഷാസമിതി. 1 അമേരിക്ക, 2 ബ്രിട്ടൻ, 3 ഫ്രാൻസ്, അത് കഴിഞ്ഞ് 4 ചൈന, 5 റഷ്യ. ഇവർക്കാ വീറ്റോ പവർ ഉള്ളത്. കേട്ടോ, ഇതെല്ലാം രാഷ്ട്രീയക്കാർക്കറിയാം വീറ്റോ പവർ ഉള്ളത്. ഇനി ഇന്നത്തെ അമേരിക്കയുടെ സ്ഥിതി 32 ഇട്ടിട്ട് 12 പൂജ്യം ഇട്ടാൽ അത്രയും കടം അമേരിക്ക, 32 ട്രില്യൺ. അതുകൊണ്ടാ മക്കളെ അമേരിക്കയുടെ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞു, ഇറാനെ അടിക്കാൻ നിന്നാൽ ഞങ്ങൾ കൂടെ ഇല്ല. കരമുയർത്തണം. ഇതൊക്കെ കണ്ടിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ടോ? സ്വോത്രം. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടൻ കുഴങ്ങുന്നു. അത് കഴിഞ്ഞ് ഒരു പരുവത്തി ഫ്രാൻസ് പിടിച്ചിരിക്കുന്നു. ഒരു രാജ്യം UN-നകത്ത് പോയാൽ, എല്ലാവരും കേട്ടോണേ, ഇന്ന് ജെറുസലേം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. അറബ് ലീഗ് റഷ്യയുടെ സപ്പോർട്ടിനകത്ത് ജെറുസലേം വിഷയം യുണൈറ്റഡ് നേഷൻസിൽ കൊണ്ടുവരും. ഇത് ഇസ്ലാം സമൂഹത്തിന് വേണമെന്ന് അവർ കരമുയർത്തി വാദിക്കും. കരമൊന്നുയർത്തിയാട്ടെ. സ്വോത്രം. അത് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് കൈവിടും. അമേരിക്ക വീറ്റോ അവകാശമില്ലാതെ അതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഭാരമുള്ള കല്ലായി ഇത് മാറും. ഇനി ദൈവമക്കൾ കരമുയർത്തണം. യെരൂശലേമേ,
യെരൂശലേമേ, ഒരു കോഴി തന്നെ കുഞ്ഞിനെ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ മറച്ചു കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു. കരമുയർത്തുന്നവർക്കായി. നിനക്കോ മനസ്സില്ലായിരുന്നു. അടുത്തത്, നിന്റെ ഭവനം ശൂന്യമായി പോകും. ഇതാ മക്കളെ അന്തിമ യുദ്ധം. അങ്ങനെയെങ്കിൽ രണ്ട് വാക്യം കൂടെ. ഈ ജാതികളെല്ലാം യെരൂശലേമിന് നേരെ വരുമോ, യഹൂദൻ നിലവിളിക്കോ. എസക്കേൽ പ്രവചനം 38, 15, 16 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ നമ്മളെ. എസക്കേൽ 38, 15, 16 വാക്യങ്ങൾ വായിച്ച് സഹായിച്ചാൽ. അന്നാളിൽ നീ അത് അറിയുകയില്ലയോ? അന്നാളിൽ നീ അറിയുകയില്ലയോ? നീയും നിന്നോട് കൂടെ പല ജാതികളും ഇന്നത്തെ അറബ് ലീഗ് റഷ്യയോടുകൂടെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്തു നിന്ന് തന്നെ സൈബീരിയ എന്ന് വരും സിറിയ വഴി. അടുത്തത്, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ നീ എന്റെ ജനമായ ഇസ്രായേലിന്റെ നേരെ വരും. കരമുയർത്തിയാട്ടെ എല്ലാവരും. എന്റെ ജനമായ ഇസ്രായേലിന് നേരെ വരും. റഷ്യേ, അടുത്ത വാക്ക് വായിച്ചാട്ടെ. ഗോഗേ, അന്ത്യകാലത്ത് ജാതികൾ കാണുക ഞാൻ എന്നെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിക്കുമ്പോൾ അവർ എന്നെ അറിയേണ്ടതിന് ഞാൻ നിന്നെ എന്റെ യഹൂദന്റെ ദേശത്തേക്ക് റഷ്യ വരും. ഇതിനകത്ത് ഒരു സയൻസ് കൂടെ കേട്ടോ. മേഘം. എന്താ മേഘം? കാർമേഘവും മിന്നലുള്ള മേഘമല്ല. 1904 റൈറ്റ് സഹോദരന്മാർ അരിസോണ വിമാനം കണ്ടുപിടിച്ച ഇർബിൽ ഓർബിൽ എന്ന ഞങ്ങളുടെ ബൈബിളിനകത്ത് 2600 കൊല്ലം മുമ്പ് എസക്കേൽ എഴുതി, റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് യുദ്ധവിമാനങ്ങൾ. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതാ ശംഖുമുഖത്ത് എയർ ഷോ. നാവികസേനയും വ്യോമസേനയുടെ വിമാനം എന്താ? ചാരക്കളർ വിമാനം. കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ അടുത്തുപോയി. ആരാ ഇസ്രായേൽ? നിങ്ങളെല്ലാം കേൾക്കണമെന്ന് നിലവിളിക്കാൻ പോവുക. പ്രസംഗത്തിന്റെ പരിസമാപ്തി. ഈ മിഡിൽ ഈസ്റ്റിൽ മധ്യപൂർവ്വദേശം, അവിടെ 6 ഡിസ്ട്രിക്റ്റിന്റെ വലിപ്പമുള്ള ഇസ്രായേൽ, 20,750 കിലോമീറ്റർ. ടെല്ലവീവ്, ജെറുസലേം, അഷ്കലോൺ, അഷ്തോദ്, ലൂദ്, അത് കഴിഞ്ഞ് ഡിമോന. ഇത്രയും ഇസ്രായേൽ. യാഫ, ഗൈഫ, കൊച്ചി 2 വില്ലേജ്, 1 കോടി ജനം. അതിൻ്റെ നേരെ റഷ്യ, ഏകദേശം 4000-ഓളം വിമാനങ്ങൾ, 3 കോടി പട്ടാളക്കാർ. ചൈന, തൊട്ടടുത്ത് കിടക്കുന്ന ജോർദാൻ, ഈജിപ്റ്റ്, സിറിയ, ലെബനോൻ, ഇറാൻ, ഇറാഖ്. ഇവരെല്ലാം കൂടെ വന്ന എന്ത് ചെയ്യാം അമ്മ? സന്തോഷമില്ലല്ലോ. പാണ്ടിലോറിയുടെ കീഴിൽ തവള കയറിയലായി പോകുന്നു. സന്തോഷമില്ല. സ്വോത്രം. ഇന്ന് ലോകത്തെ വെല്ലുവിളിക്കുന്ന യഹൂദൻ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. എൻ്റെ പ്രസംഗത്തിൻ്റെ പരിസമാപ്തി. വൈക്കമോളെ സക്കരിയ പ്രവചനം 12:9-10. അവൻ്റെ അയൺഡോമുമില്ല, അവൻ്റെ ലേസർ ബീമുമില്ല, അവൻ്റെ കൂട്ടുകാരൻ അമേരിക്കൻ കാണത്തില്ല. നന്നൊരു സംഭവം ഇവിടെ നടക്കും. സക്കരിയ പ്രവചനം 12:9, 10 വാക്യങ്ങൾ വായിച്ചാട്ടെ. അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും നശിപ്പിപ്പാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും ഇസ്രായേലിന്റെ പാളയത്തിലും. അടുത്തത്, യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും അവർ നിലവിളിക്കുന്ന ഒരു കാലം. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. അടുത്ത വാക്ക്, തങ്ങൾ കുത്തിയിട്ടുള്ളവങ്കലെ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നതുപോലെ. ആര് പുറത്ത് അവർ കുത്തിയത്? കരമുയരുന്നില്ലല്ലോ. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്തു, എൻ്റെ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി. 6 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകിയെങ്കിൽ അവർ കുത്തിയ പങ്കിലേക്ക് നോക്കും. ഇന്ന് രാത്രി യഹൂദന്റെ നിലവിളി ഉയരും. അന്ന് എന്ത് സംഭവിക്കും? ഇന്ന് രാത്രി അവൻ യഹൂദനെ കൈവിടുമോ? ഇല്ല, ഒരു നാളും കൈവിടുകയില്ല. നിലവിളിയുടെ മുൻപിൽ അവന്റെ കാലൊലുമലയിൽ ചവിട്ടാറ്. ഇന്ന് രാത്രി നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ടോ? എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പഴയ നിയമത്തിന്റെ വിമോചകൻ മോശയെ പറ്റി എത്ര പേർക്കറിയാം? അവൻ ആ കാലഘട്ടത്തിൽ കൽപ്പനയാ, എബ്രായരുടെ കുടുംബത്തിനകത്ത് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ കൊല്ലുവാൻ. അവന്റെ അമ്മയും പെങ്ങളും 3 മാസം അവനെ വളർത്തി, പാലെല്ലാം കൊടുത്തു, ഞാങ്ങണ പെട്ടിക്കകത്ത് കയറ്റി അവനെ മോശേനെ ഉറക്കി കടത്തി നൈൽ നദിക്കകത്ത് വിട്ടു. എന്താ സംഭവിച്ചതെന്നറിയാമോ? വാഗ്ദത്തമുള്ളവൻ നൈൽ നദിയിൽ ഒന്ന് കരയാൻ തുടങ്ങി. പെട്ടകമാടി ഇടിവിൽ മിരിയാൻ നിൽക്കുക. ദൈവകരം എവിടെയെത്തി? ഫറവോന്റെ കൊട്ടാരത്തിനകത്ത്. ഇന്ന് രാത്രി പാലോട്ട് ഗുണകാരൻ കേൾക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ മണ്ഡപത്തിൽ കടവിൽ കുളിക്കാൻ വരുമോ? ഉമ്മൻചാണ്ടി സാറിന്റെ മക്കൾ കുളിക്കാൻ വരുമോ? അല്ലെങ്കിൽ ഹല്ലേലൂയ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ മക്കള് മണ്ഡപത്തിൽ കടവിൽ ആറ്റ് കുളിക്കാൻ വരുമോ? എന്നാൽ വാഗ്ദത്തമുള്ളവന്റെ നിലവിളി കൊട്ടാരത്തിനകത്ത് എത്തിയാൽ ആരവനെതിരെ കൽപ്പന എഴുതിയോ? ഫറവോന്റെ പുത്രി
ആരെ ചുമക്കുവാൻ? മോശയുടെ പെട്ടകത്തെ ചുമക്കുവാൻ. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇതാ ദൈവത്തിന്റെ കരം. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസമുണ്ട്? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? എത്ര പേർക്ക് ഇന്ന് രാത്രി വാഗ്ദത്തം ഏറ്റെടുക്കാം? പിന്നത്തതിൽ ഒരു 40-120 വർഷം കഴിയുമ്പോൾ ചെങ്കടലിനെ വിഭജിക്കുവാൻ, അഭിഷേകത്തിന്റെ വടി ഉള്ളവനെ തകർക്കുവാൻ ഒരു സമുദ്രത്തിലെ തിരമാലയ്ക്കും കഴിയത്തില്ല. എത്ര പേർ ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ ആരാധിക്കും? നിന്റെ പിൻപിൽ ഒരു പ്രോമിസ് ഉണ്ടെങ്കിൽ, നിന്റെ പിൻപിൽ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ, നിന്നെ തകർക്കുവാൻ ഒരു നൈൽ നദിക്ക് കഴിയത്തില്ല. നിന്റെ നിലവിളി കൊട്ടാരത്തിലെത്തിയ നിന്റെ പെട്ടകത്തെ ചുമക്കുവാൻ ഇന്ന് രാത്രി പറയണ, ദൈവം അനുകൂലമെങ്കിൽ ആര് നിനക്ക് കൽപ്പന എഴുതിയോ അവന്റെ കൊട്ടാരത്തിൽ നിന്ന് അവന്റെ പുത്രിയെ കൊണ്ടുവരുവാൻ ദൈവം ഇട ചെയ്തു. ഇന്ന് രാത്രി എത്ര പേർക്ക് കാര്യം മനസ്സിലാകാം? കണ്ണുനീരിനെ മാനിക്കുന്ന ഒരു ദൈവം. കാട്ടാക്കട ഒത്തിരി ലാഭമുണ്ട് അമ്മാമ്മേ. ആ ലാബിലെല്ലാം മനുഷ്യന്റെ കാലിന്റെ നഖം മുതൽ തലമുടി വരെ ടെസ്റ്റ് ചെയ്യും. ഏതെങ്കിലും ഒരു ലാബിൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്തെന്ന് എഴുതിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ നിർത്താം. എന്നാൽ കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബുണ്ട്. 24 മണിക്കൂറും വർക്ക് ചെയ്യുന്നു, 7 ദിവസവും വർക്ക് ചെയ്യുന്നു, 365 ദിവസവും വർക്ക് ചെയ്യുന്നു. ആ ലാബിൽ ലോക്ക്ഡൌണും ഇല്ല, ക്വാറന്റൈനും ഇല്ല. അതിന്റെ പേര് ബഹുമാന്യനായി വാനിലവൻ വാഴുകയാ. കരമുയർത്തുന്ന പാലാട്ടുകോണത്തെ ദൈവമക്കൾക്ക് ഉയർത്തിയിടും ഞാൻ എൻ്റെ കൺകൾ, തുണയരുളും വൻകിരിയിൽ എൻ സഹായം. ആകാശം ഭൂമി സൃഷ്ടിച്ച യഹോവയെങ്കിൽ നിന്ന് സ്വോത്രം. ഇന്ന് രാത്രി ബൈബിളിനകത്തൊരു കഥയുണ്ട്, ലോകം പോലും ഞെട്ടിപ്പോന്നൊരു കഥ. സ്വന്തം അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുത്തിട്ട് കൊട്ടാരത്തിനകത്തുനിന്ന് ശമ്പളം മേടിക്കുവാൻ ദൈവം കൃപ ചെയ്തു. കരമുയർത്തുന്നവർക്ക് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഇന്ന് രാത്രി കൺവെൻഷന്റെ അവസാന രാത്രി നിന്റെ പെട്ടകത്തെ തകർക്കുവാൻ ഏതൊക്കെ തിരമാലകൾ ഇറങ്ങിയാലും പറവോന്റെ ബന്ധനം പോലെ നിന്റെ തലമുറകൾ തകർന്നു കവണ ദുഷ്ടപിശാച് പദ്ധതി വെച്ചാൽ അമ്മാമ ഇന്ന് രാത്രി കരമുയർത്തി പറ, എൻ്റെ കുടുംബത്തിന്റെ പെട്ടകത്തെ ഉയർത്തുക. ഏത് നദിക്കകത്തോ മോശയുടെ പെട്ടകത്തെ ഉയർത്തിയ ദൈവം എൻ്റെ വിഷയത്തെ ഉയർത്തിക്കൊണ്ടുവരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് നീ നൈൽ നദിയിൽ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുക ഒരു പറവോന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുക ഒരു തിരമാലയ്ക്ക് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുക ഒരു വാറണ്ടിന് കഴിയത്തില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന നിന്റെ ബലഹീനതയുടെ നടുവിൽ ആര് നിനക്ക് എഴുതിയ കൽപ്പന എഴുതിയോ അവന്റെ വീട്ടിനകത്ത് കരമുയർത്തുവാൻ. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit surrounded by this time. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചില തകർന്ന ജീവിതങ്ങൾ ഉയർത്തുന്ന പെട്ടകത്തിന്റെ കരത്തിന്റെ വല്ലഭത്ത് ഈ അവസാന രാത്രി എഴുന്നേറ്റ് വരട്ടെ. ആത്മഹത്യക്ക് വേണ്ടി കൊതിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി അകത്തലങ്ങളിൽ കയറട്ടെ. മയക്കമരുന്നിനകത്ത് വീണുപോയ ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി നാഥന്റെ കരത്താൽ ഉയർത്തപ്പെടുന്ന രാത്രിയാകട്ടെ. തകർന്നപ്പെട്ട അറ്റുപോയ ചില ബന്ധങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ കൂട്ടിവിളക്കുന്ന രാത്രിയായി മാറട്ടെ. വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി പെയ്തിറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ I will come out the precious name of Jesus. ഇന്ന് രാത്രി ആ വിടുതലിന്റെ കരം ഇന്ന് രാത്രി ചലിക്കട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ആ മോശയുടെ കണ്ണുനീരിന് മുൻപിൽ ഇറങ്ങി വന്ന കരം ഇസ്രായേലിന് വേണ്ടി ഇറങ്ങി വരും. അവസാന ഭാഗം അവസാനിപ്പിക്കാം. അന്നൊരു സംഭവം നടക്കും. അതിനു മുമ്പ് എൻ്റെ കാന്തന്റെ വരവ് വായിക്കാം. സക്കറിയ പ്രവചനം 14:4-5 അവസാനിപ്പിക്കാം. സക്കറിയ പ്രവചനം 14:4-5. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ട് ശരിയാണോ? ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു, കര ഉയരുന്നില്ലല്ലോ. പ്രാണപ്രിയൻ വരുവാൻ കാലമായി. അടുത്ത നിങ്ങൾ കേട്ടോണം. 2009 കേട്ടോണേ, 2009 ഇന്ന് ഇസ്രയേലിൽ ഒലിവുമലയുടെ ചേർന്ന് ഒരു റിസോർട്ടേ ഉള്ളു. ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ 7 ആർച്ച്. അതിൻ്റെ ഇപ്പുറത്ത് നല്ലൊരു റിസോർട്ട് പണിയാൻ ഹിൽട്ടണും ഷെറാട്ടണും വന്നു. അവർ നേരെ എന്ത് ചെയ്തു? കാട്ടാക്കട വീട് പണിയാൻ ആശാരിയും JCBയും മറ്റേ തമ്പാനൂർ ബിൽഡിംഗ് പണിയാൻ പൈലിംഗ് കുഴിക്കണം. കുഴിച്ചപ്പോൾ ഒരു കാര്യം, ഒലിവുമലയുടെ അടിവാരം പിളർന്നിരിക്കുന്നു. അവർ ആ കമ്പനി കാൽക്കറോ ഷെറാട്ടോണ് കൽട്ടോണ് പറയും പൈസ മേടിച്ച് സ്ഥലം വിട്ടോളാം. എന്നിട്ട് അവർക്കൊരു സംശയം. അവർ നമ്മുടെ സഹോദരങ്ങൾ എൻഡോസ്കോപ്പ് ചെയ്യുന്ന പോലെ ഒരു ക്യാമറ ഇട്ടു. ക്യാമറ ഇട്ടപ്പോൾ ഒലിവുമലയുടെ അടിയിൽ നിന്നൊരു ശബ്ദം ആ ക്യാമറയിൽ വരുന്നു. ഒലിവുമലയുടെ അടി മുരൾച്ച. എന്താ പിളർന്ന് മാറുന്നുണ്ട്? ഒലിവുമലയുടെ അടി മുരൾച്ച തുടങ്ങി. ഇവിടെ പെന്തിക്കോസുകാർ ഇതുവരെയും കയ്യടി തുടങ്ങിയിട്ടില്ല. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. 2009 സംഭവം. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു. അന്നൊരു വലിയ ഭൂകമ്പം നടക്കാൻ പോന്നു. 6000 കിലോമീറ്റർ ലോകം കണ്ട ഭൂകമ്പം.
അന്ന് അവൻ്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. ആ ശബ്ദം ഉലകം കേൾക്കാൻ പോകുന്നു. ആ വാക്കൂടെ നമ്മൾ വായിച്ചാട്ടെ. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് രണ്ടായി പിളരും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അതിന് ഇംഗ്ലീഷിൽ വി ആർ സേയിങ് എ റിഫ്റ്റ് വാലി. 6000 കിലോമീറ്റർ റിഫ്റ്റ് വാലി. ഭൂമി കിഴക്ക് പടിഞ്ഞാറായി പിളരുമെന്ന്. അടുത്തത് വായിക്കാം. മലയുടെ ഒരു പാതി ഈ യൂഫ്രട്ടീസ് ടൈഗ്രീസ് തൊട്ട് ദക്ഷിണാഫ്രിക്ക വരെ ഈ ഭൂകമ്പം. ഇസ്രായേലേ, ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ലാസ്റ്റ് മോമെന്റ്, കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങുക. നാഥൻ്റെ വരവിൻ്റെ അടുത്ത വർഷം ഒരു യോഗമുണ്ടെങ്കിലേ പറയാൻ പറ്റൂ. ആരൊക്കെ കാണുമെന്നറിയാൻ പറ്റത്തില്ല. സ്തോത്രം. ആ ഒരു കാലഘട്ടം അമേരിക്കയിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ജോർജ് വിൽസൺ. അവൻ 2 പേരെ കൊന്നു കത്തിവെച്ച്. അവൻ അമേരിക്കൻ ഫെഡറൽ കോടതി ചെടുത്ത തൂക്കുമരം. അപ്പനും അമ്മയും നേരെ എവിടെ ചെന്നെന്നറിയാമോ? സുപ്രീം കോടതി. 30 വയസ്സുകാരനാണ് ശിക്ഷ ഇളവ്. സുപ്രീം കോടതി പറഞ്ഞ 30 വയസ്സുകാരൻ കുത്തി കൊന്നിട്ട് ശിക്ഷ ഇളവ്, മരണയോഗ്യൻ. അമേരിക്കയിലെ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ നല്ല ദൈവദാസനായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. ആൻഡ്രൂ ജാക്സൺ, ഇപ്പോഴാ പേര് ഓർമ്മ വരുന്നത്. ആൻഡ്രൂ ജാക്സൺ ദൈവവിശ്വാസി. അപ്പനും അമ്മയും ചെന്നിട്ടേ ഒരു പരാതി കൊടുത്ത, സാറേ ഞങ്ങളുടെ മോനെ 2 പേരെ കൊന്നു, പക്ഷേ അവന് മരണശിക്ഷയാണ്. പക്ഷേ അവൻ കൊച്ചു പയ്യനാ, ശരീരത്തിൻ്റെ രക്തത്തിളപ്പി ചെയ്തു പോയാൽ ഒരു വിടുതൽ കൊടുക്കും. അദ്ദേഹം 2 പേപ്പർ അപ്പൻ്റെയിലും അമ്മയുടെയിലും കൊടുത്ത്. 1, അവൻ ഒപ്പിടണം, ഞാൻ പുറത്തിറങ്ങിയ ഇനി ഒന്നും ചെയ്യത്തില്ല. ജയിൽ സൂപ്രണ്ട് ഒപ്പിട്ട് തരണം, ഞാൻ പുറത്തിറങ്ങിയ ഒന്നും ചെയ്യത്തില്ല. 2 പേരും ജീവനും കൊണ്ട് പേപ്പറുമായിട്ട് വന്നു, ജയിലിലേക്ക് വന്നു. ജയിൽ സൂപ്രണ്ടിൻ്റെ മുൻപിൽ അവർ നിന്നിട്ട് പറഞ്ഞു, സാറേ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ആൻഡ്രൂ ജാക്സൺ പേപ്പർ തന്നു. അപ്പോൾ ജയിലർക്ക് നല്ല സന്തോഷമായി. അവർ പറഞ്ഞു, നിങ്ങളുടെ മോനെ ഇതോ അവിടെ കിടപ്പുണ്ട്, അവനെ കൊണ്ട് ഒപ്പിടിപ്പീര്. എൻ്റെ പേപ്പർ ഞാൻ ഒപ്പിട്ട് തരാം. നേരെ വൈറ്റ് ഹൗസിൽ പോകണം. പ്രസിഡന്റ് ദയാഹർജി തരും. കൊച്ചിനെ തുറന്നു കൊണ്ടുപോകാം. അപ്പനും അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. ഓടി മകൻ്റെ സെല്ലിൻ്റെ അടുത്ത്, മോനെ ജോർജ് വിൽസാ, ജോർജ് വിൽസാ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു, ദാണ്ടെ പേപ്പർ, മോനൊന്ന് ഒപ്പിട്ട് തരാൻ. ആ ഗ്രില്ലിനകത്തുകൂടി പേപ്പർ കൊടുത്ത് ഏവരും കേൾക്കണം. ഈ ചെറുപ്പക്കാരൻ ഈ പേപ്പർ വായിച്ചിട്ട് പച്ചയ്ക്ക് വലിച്ചു കീറി. അപ്പനും അമ്മയും നിലവിളിച്ചു. ജയിലർ ഓടി വന്ന, അയ്യോ ഇവൻ്റെ അവസാന ചാൻസും ഇവൻ നഷ്ടപ്പെടുത്തി. പ്രസിഡന്റിന്റെ പേപ്പർ വലിച്ചു കീറിയത്, ഇവൻ മരണയോഗ്യം. തീർന്നില്ല. അവർ വീണ്ടും കോടതി ജഡ്ജിയുടെ അടുത്ത് പോയി. ജഡ്ജി പറഞ്ഞു, നോ, ഇനി അവൻ ഒരവസരം കൊടുക്കത്തില്ല. ഞാൻ തള്ളിയിട്ടും നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും കേട്ടിട്ട് അമേരിക്കയിലെ പ്രസിഡന്റ് തന്ന ദയാഹർജി കീറിയവൻ മരണയോഗ്യനെങ്കിൽ 2ാമത് പാലാട്ടുകോണം കൺവെൻഷനിൽ ഇന്ന് രാത്രി ഒരു ഹർജി, ഒരു പേപ്പർ നിന്റെ കയ്യിൽ ഞങ്ങൾ തരുന്നു. അതിൻ്റെ പേര് രക്ഷയുടെ ടിക്കറ്റ്. കരമുയർത്തുന്നവർക്കായി ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. കഴിഞ്ഞ രാത്രി ഞാൻ ടൈറ്റാനിക്കിനെ പറഞ്ഞു. അടുത്തതിന് അടുത്ത വർഷങ്ങളിൽ നാളെ പകൽ ഓർമ്മ ഇനി ഇത് കഴിഞ്ഞ് പൂവച്ചല്ല ഇടുക്കി പോയി വരുമ്പോൾ ബാക്കി എത്രയോ പ്രസംഗിക്കാൻ കിടക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് രാത്രി മനസ്സിലാക്ക്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടില്ലേ ടൈറ്റാനിക് കപ്പലിനെ തേടി ആര് പോയി? 4-5 ധനവാന്മാർ, കാനഡക്കാരൻ, അമേരിക്കക്കാരൻ, ദുബായ്ക്കാരൻ, പാകിസ്ഥാൻകാരൻ. ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് കാണാൻ അവരെല്ലാവരും പ്രാർത്ഥിച്ചു. ടൈറ്റാനിക് കപ്പലിലെ ഇരുമ്പ് കാണാൻ പോയവർ അടിയിലെ സമ്മർദ്ദത്തിൽ കടന്ന് ആര്? ആ 5 പേരും മരിച്ചുപോയി. ആ ഒരു കഥ നിങ്ങൾ പേപ്പർ വായിച്ചു. വേറൊരു കഥ ഒറ്റശേഖരമംഗലക്കാർ കേൾക്കണം. ഒരമ്മ 4 മക്കൾ, 14കാരി, 11കാരി, 9കാരി, 9 മാസമായുള്ളൊരു കൊച്ചു കുഞ്ഞ്. അവരപ്പനെ തേടി ഒരു കുഞ്ഞഭിമാനം സെസ്ന കേൾക്കണം. അവരെ കൊളംബിയൻ ആമസോൺ കാടുകളിൽ കൂടി പറന്നു. രാത്രിയിൽ വിമാനം തകർന്നു. ആര് തെറിച്ചു വീണു? 14കാരി ദൂരെ, 11കാരി ദൂരെ, 9കാരി ദൂരെ, പിടിക്കുഞ്ഞു ദൂരെ. അമ്മ മരിച്ചു, പൈലറ്റ് മരിച്ചു, രക്ഷയ്ക്ക് വന്ന പുള്ളിക്കാരനുണ്ടായിരുന്നു, കാട്ടുമൂപ്പൻ, അവരും മരിച്ചു. കുഞ്ഞുങ്ങളുടെ മുമ്പ് 3 ഡെഡ് ബോഡിയാണ്. ഈ 4 കുഞ്ഞുങ്ങൾ, 14കാരി, 11കാരി, 9കാരി. ഒരു പിഞ്ചു കുഞ്ഞിനെ താഴെ വെക്കാൻ വയ്യ. 9 മാസമുള്ള കുഞ്ഞിനെ മാറി എടുത്തു. എത്ര ദിവസം? 40 ദിവസം വനാന്തരത്തിൽ. സകല പേപ്പറിനകത്തോ വാർത്ത വന്നു. സ്വത്രം. 40ാം ദിവസം പട്ടാളക്കാർ വനാന്തരത്തിൻ്റെ സൈഡിൽ കൂടി പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ശബ്ദം. അവർ ഓടി വന്നു, കുഞ്ഞുങ്ങളെ പിടിച്ചു. 40 ദിവസമായി മുഴിഞ്ഞ ഡ്രസ്സിനകത്ത് ഈ കുഞ്ഞുങ്ങളെ പടപട ആംബുലൻസിൽ കയറ്റി മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. 4 എണ്ണത്തിനെയും കടത്തി കുഞ്ഞുങ്ങളെ. 14കാരി, 11കാരി, 9കാരി, 9 മാസമുള്ള പിഞ്ചു കുഞ്ഞ്. അവിടം വരെ മലയാളം പേപ്പർ എഴുതി, ബാക്കി എഴുതിയില്ല. ഒരു BBC-യുടെ ലേഖിക ആ മിലിറ്ററി ആശുപത്രി കയറി 14കാരിയെ ചോദിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, അറ്റ് ലാസ്റ്റ് 14 days, 40 ദിവസം, ഹൂ ഈസ് റൂട്ടഡ് ആമസോൺ ഫോറസ്റ്റ്?
ആമസോൺ കോടുകളിൽ, കൊളംബിയൻ കാടുകളിൽ നിങ്ങളെ ആരാ വഴി നടത്തിയത്? സൈമൾട്ടേനിയസ് റെയിൻ, ക്രോക്കഡ് സ്നേക്സ്, കൊത്തി വലിക്കുന്ന പാമ്പ്, ഫോറസ്റ്റിനകത്ത് വൈകിട്ട് മഴ, 40 ദിവസം. ചൈൽഡ്സ്, നിങ്ങളെ ആരാ വഴി നടത്തിയത്? ആ 14 പറഞ്ഞ കാര്യമുണ്ട്. മാം, I don't know. An unseen power rooted everything. ഒരദൃശ്യ ശക്തി ഞങ്ങളുടെ 4 കുഞ്ഞുങ്ങള് 40 ദിവസം വനാന്തരത്തിൽ നടത്തി. കരമുയർത്തുന്നവർക്കായി 5 ധനവാന്മാർ സമുദ്രത്തിനകത്ത് അറ്റ്ലാന്റിക്കിനെ തേടിയപ്പോൾ, ഓഷ്യാനിക്കിന്റെ പേടകം തകർന്നപ്പോൾ 4 കുഞ്ഞുങ്ങളെ വഴി നടത്തുവാൻ കാട്ടിനകത്തൊരു കരമിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി പറ, ആ കരം തളർന്ന കരമല്ല. എന്നെ വഴി നടത്തുക, എൻ്റെ കുഞ്ഞുങ്ങളെ വഴി നടത്തുവാൻ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം, വയലച്ചടിക്ക് പ്രകാശം കൊടുക്കുന്ന നല്ല ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്ക്. ആരെ ചേർക്കുവാൻ? പാറയുടെ പിളർപ്പിലും കടുതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാനെന്ന് കണ്ടോട്ടെ. 2 പ്രാവിനെ യാഗപീഠത്തിൽ കൊണ്ടുവരും. എന്താ? ആ പ്രാവിന്റെ കാലുകൾ കൂട്ടിക്കെട്ട്. മഹാപുരോഹിതൻ മേധസ്സുള്ള പ്രാവിന്റെ കഴുത്തിന് നോക്കി അറക്കും. ഓ, ആ തലയറക്കും. മറ്റേ കുറുപ്രാവിന്റെ ദേഹത്ത് രക്തം തെറിക്കും. ആ തല എന്ത് ചെയ്യും? യാഗപീഠത്തിൽ കൊണ്ടുവന്ന് പിച്ചു ഒഴിക്കും. ആ കുറുപ്രാവ് മിണ്ടത്തില്ല. പ്രാവിന്റെ ബാക്കി ഭാഗം കാലിനോട് കിടക്കുക. യാഗത്തളി ലേവ്യരോട് നടത്തും. കയ്യിലിരിക്കുന്ന കിണ്ടിയിൽ വെള്ളമെടുത്ത് യാഗത്തളി നടത്തിയതിനു ശേഷം കത്തി കഴുകും. മാർപ്പതക്കത്തിലിടുമ്പോൾ പുറകോട്ടൊന്ന് നോക്കുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു പ്രാവിനെ കാണും. ആ സമയത്ത് പുരോഹിതൻ എന്ത് ചെയ്യും? ആ താഴത്തെ കാലിന്റെ കെട്ടഴിക്കും. മറ്റേ പ്രാവിന്റെ ജീവച്ഛവം അവിടെ കിടക്കും. കെട്ടഴിഞ്ഞ പ്രാവ് ഒരൊറ്റ ഓട്ടമാ. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഈ സത്യവചനം കേട്ടിട്ട് ഇന്ന് രാത്രി പറ, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച അപ്പച്ചാമ്മച്ചി, ആരും നിന്റെ മുഖം കണ്ടില്ലെങ്കിലും നീ ഒരു ഭവനത്തിൽ ഒളിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലും നിന്റെ മുഖം കാണുന്ന കർത്താവ് വരാറായി. പാറയുടെ പിളർപ്പിലും കടുംതൂക്കിലും ഇരിക്കുന്ന പ്രാവേ, നിന്റെ മുഖം ഞാൻ കണ്ടോട്ടെ. അച്ചായ, സെൻട്രൽ പാസ് കണ്ടു കാണിയല്ല, സഭാ പാസ് കണ്ടു കാണിയല്ല, പ്രസിഡന്റുമാർ കാശ് രാഷ്ട്രീയക്കാരുടെ നിന്ന് കൈക്കൂലി മേടിക്കുക. പെന്തിക്കോസിലെ മോലാളിമാർ അവരൊന്നും നിന്റെ മുഖം കാണണ്ട. മാമേ, ദശാംശം മേടിച്ച് കാണും, ചർച്ചിന് പൈസ മേടിച്ച് കാണും, യവന്മാർ വേണേ അടിച്ചു മാറ്റി കുഞ്ഞുങ്ങളുടെ പേര് ഡിപ്പോസിറ്റ് ഇട്ട് കാണും. അവരാരും കാണുന്നില്ലെങ്കിലും സത്യവചനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച നിന്റെ മുഖം കാണുന്ന നല്ല നാഥൻ 10,000 പേർ സുന്ദരനായി അവൻ മടങ്ങി വരാറായി. ജെറുസലേം പരിഭ്രമപാത്രം, ഭാരമുള്ള കല്ല്. ജാതികൾ അതിനെ എതിരെ കൂടി വരും. അത് കഠിനമായി മുറിവേൽക്കപ്പെടും. യഹൂദന്റെ നിലവിളി ഉയരും. അന്ന് അവന്റെ കാൽ ഒലിവുമലയിൽ ചവിട്ടും. വലിയൊരു ഭൂകമ്പമുണ്ടാകും. ഒലിവുമല പിളരും. ആ പിളർപ്പിന് മുമ്പിൽ കാഹളനാദം തന്റെ സഭയെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. എല്ലാവരും എഴുന്നേറ്റാട്ടെ. നമ്മുടെ നാഥൻ വരാറായി. പാലാട്ടുപാടം വീശുക. ഈ തോട്ടത്തിനുള്ളിൽ എല്ലാ കരങ്ങളും അടിച്ചെന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ട് ഒരു 5 മിനിറ്റ് എല്ലാവർക്കും പ്രാർത്ഥിച്ചിട്ട് പോകാം. നാളെ നമുക്ക് യോഗമില്ല. എല്ലാവരും കരങ്ങൾ അടിച്ച് പാടി 1 നിമിഷം പ്രാർത്ഥിച്ച് മടങ്ങാം. എല്ലാ കരങ്ങളും അടിച്ചാട്ട്.